ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. നാം ജീവിക്കുന്നത് ജനാധിപത്യ ഇന്ത്യയിലാണോ എന്ന സുപ്രധാന ചോദ്യം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചിട്ട് ഇന്നേക്ക് 3-ാം ദിവസമാണ്. കർണാടകത്തിലെ ഒരു മണ്ഡലത്തിലെ വലിയ വോട്ടുകൊള്ളയുടെ വലിയ കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ കടലാസുകളിൽ നിന്നും കണ്ടെത്തി നൽകിയിട്ടും വീണ്ടും തെളിവ് ചോദിക്കുകയാണ് കമ്മീഷൻ. പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്തവരോട് സത്യവാങ്മൂലം ചോദിക്കേണ്ട എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാനുള്ളതല്ലല്ലോ തെളിവുകൾ. മഹാദേവപുരയിൽ നിന്നുള്ള തെളിവുകൾക്ക് പിന്നാലെ മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ വെബ്സൈറ്റിൽ പട്ടിക തുറക്കാനാകാത്തത് എന്തുകൊണ്ടാണ്? മഹാദേവപുരയിൽ നിന്നും അന്വേഷണം വാരാണസിയിലേക്ക് പോകേണ്ടതല്ലേ? 2019 4 ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിൽ മോദി ജയിച്ച മണ്ഡലത്തിൽ 2024 ആകുമ്പോഴേക്ക് 3 ലക്ഷത്തിലേറെ വോട്ട് കുറഞ്ഞുള്ള വിജയം ഒന്ന് പരിശോധിക്കേണ്ടേ? വോട്ടെണ്ണിയപ്പോൾ അജയ് റായുടെ കുതിപ്പും പിന്നെയുള്ള മോദിയുടെ മങ്ങിയ വിജയവും പരിശോധിക്കാൻ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. ഇങ്ങ് കേരളത്തിൽ സുരേഷ് ഗോപിയിലൂടെ BJP അക്കൗണ്ട് തുറന്നതിലും അന്നുയർന്ന അപശബ്ദങ്ങൾ ഇപ്പോൾ ഉറക്കെ കേൾക്കുകയാണ്. വരുത്തരായ വോട്ടർമാരുടെ ആധിക്യം ചൂണ്ടിക്കാട്ടിയിട്ടും ഭരണാധികാരിയായ കളക്ടർ അനങ്ങിയില്ല എന്ന ആരോപണങ്ങൾക്ക് വേണ്ടേ വ്യക്തത? ഏതാണ് യഥാർത്ഥ ജയം? ആരാണ് നമ്മെ ഭരിക്കുന്നത്? സത്യത്തിൽ അട്ടിമറിയോ എന്നതാണ് ചോദ്യം. CPI നേതാവ് അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, ലീഗ് പ്രതിനിധി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, BJP പ്രതിനിധി അഡ്വക്കേറ്റ് KK അനീഷ്, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, സുപ്രീംകോടതി അഭിഭാഷകൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ VS സുനിൽകുമാറിലേക്ക് പോകുന്നു. ശ്രീ സുനിൽകുമാർ, തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ അങ്ങ് ചില സംശയങ്ങൾ ഉന്നയിച്ചതാണ്, ചില ആരോപണങ്ങൾ ഉന്നയിച്ചതാണ്. പക്ഷേ അങ്ങ് പരാതി രേഖാമൂലം നൽകിയിട്ടില്ല എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത്, ഡോക്ടർ രത്തൻ യു ഖേൽക്കർ. അദ്ദേഹത്തിനോട് അങ്ങേക്ക് പറയാനുള്ളത് എന്താണ്? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, തൃശ്ശൂർ പാർലമെൻറ്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നൽകിയിട്ടുള്ള 4 പരാതികളുടെ കോപ്പികൾ ഇന്ന് പത്രസമ്മേളനത്തിൽ ഞാൻ അവരെ പത്രക്കാരെ കാണിക്കുകയുണ്ടായി. രത്തൻ യു ഖേൽക്കർ എന്ന തെരഞ്ഞെടുപ്പ് ഓഫീസറെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് അങ്ങേയറ്റം ബഹുമാനമുള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ തൃശ്ശൂർ കലക്ടറുടെ മുഖ്യ ഭരണാധികാരിക്ക് എൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻ്റായിട്ടുള്ള KP രാജേന്ദ്രനും അതുപോലെ മറ്റ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളും കൊടുത്തിട്ടുള്ള പരാതികൾ അദ്ദേഹം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ ദുരൂഹമായിട്ടൊരു കാര്യമാണ്. കാരണം ഈ വോട്ടർ പട്ടിക 4/4/2024 അതിൻ്റെ അന്തിമമായി പോളിങ്ങിന് മുമ്പുള്ള ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. അതിനു മുമ്പ് പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു 22/1/2024 പ്രസിദ്ധീകരിച്ചിട്ടുള്ള വോട്ടർ പട്ടികയ്ക്ക് ശേഷം ചേർത്തിട്ടുള്ള വോട്ടുകളെ സംബന്ധിച്ചാണ് തർക്കങ്ങൾ പ്രധാനമായിട്ട് ഉയർന്നു വന്നിരിക്കുന്നത്. അതിൽ ഉയർന്നു വന്നിരിക്കുന്ന തർക്കങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നിയമസഭ പാർലമെൻറ്റ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയിരിക്കുന്ന വോട്ട് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോം 6-ൻ്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരാൾ സ്ഥിരതാമസക്കാരനാണോ അല്ലയോ എന്ന് തെളിയിക്കുന്നതിനുള്ള രേഖകളിൽ വളരെ ദുർബലമായിട്ടുള്ള ചില രേഖകളാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അത് ഒരുപക്ഷെ ഏത് വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ വോട്ടവകാശം ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇവിടെ ആ ലൂപ്പുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിരവധി ആളുകളെ, അത് ആരും നിഷേധിച്ചാലും ശരി, ആ വോട്ട് കൊണ്ട് മാത്രമാണ് ജയിച്ചത് എന്ന ചോദ്യങ്ങളെക്കാൾ അപ്പുറത്ത് വളരെ ഫെയറായിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ ഒരു വ്യക്തിയുടെ വോട്ട് പോലും അങ്ങനെ തെറ്റായ രീതിയിൽ വരാനോ തെറ്റായ രീതിയിൽ നഷ്ടപ്പെടാനോ പാടില്ലാത്ത രീതിയിലാണല്ലോ അത് കൈകാര്യം ചെയ്യേണ്ടത്. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ ഇലക്ഷൻ പ്രാതിനിധ്യ നിയമപ്രകാരം എന്താണ് ഈ സാധാരണ റെസിഡൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്, അവിടെ സ്ഥിര താമസക്കാരൻ അല്ലെങ്കിൽ സാധാരണ താമസക്കാരൻ എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ നിർവചനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില കണ്ടീഷൻസാണ് ഈ ലോക്സഭ ഇലക്ഷനിൽ വെച്ചത്. അതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട ഒരൊറ്റ കണ്ടീഷൻ ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ സ്മൃതി പരുത്തിക്കാടിന് ഒരു വോട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ, ഈ തൃശ്ശൂരിലെ ഒരു ബൂത്തിൽ അവരെ വോട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അപേക്ഷ കൊടുത്ത് BLO വഴി നിങ്ങൾ അപേക്ഷ ഓൺലൈൻ വഴി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സമർപ്പിക്കേണ്ട, നിങ്ങൾ അവിടുത്തെ സ്ഥിരതാമസക്കാരനാണെന്ന് തെളിയിക്കുന്ന ഒരു രേഖ എന്ന് പറയുന്നത്
നിങ്ങൾ ആ സ്ഥിരതാമസമെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന അഡ്രസ്സിലേക്ക് വെറും ഒരു പോസ്റ്റ് കാർഡിൻ്റെ അവിടെ റിസീവ് ചെയ്തു എന്നവന് കാണിച്ചുകൊണ്ടുള്ള ഒരു കോപ്പി കൊടുത്താൽ മാത്രം മതി എന്ന് പറയുകയാണ്. അത് നല്ല കാര്യം തന്നെയായിരിക്കാം. പക്ഷേ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മണ്ഡലത്തിൽ നിന്നും പുറത്തുള്ള നിരവധി ആളുകൾ അവിടെ വോട്ടുകൾ ചേർക്കപ്പെട്ടു എന്നുള്ളതാണ്. ചട്ടത്തിൽ ഇളവ് വരുത്തി എന്നതാണ് അങ്ങ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. ചട്ടത്തിൽ ഇളവ് വരുത്തി, അതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റിൻ്റെ അതാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ രത്തൻ കേൽക്കൽ പറഞ്ഞത് അടിസ്ഥാനരഹിതമായിട്ടുള്ള മറുപടിയാണ്. ഇലക്ഷൻ കമ്മീഷന് മുൻപാകെ 25/3/2024 കൃത്യമായ രീതിയിൽ ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിൽ വ്യാപകമായി വ്യാജ വോട്ടുകൾ ചേർക്കുന്നത് സംബന്ധിച്ച് കൊടുത്തിരിക്കുന്ന പരാതിയുടെ കോപ്പിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം വ്യക്തതയോടുകൂടി ഇന്ന ആളുകൾ എന്ന നിലയിൽ പിന്നെ വരവൂർ പഞ്ചായത്തിലെ 2 വോട്ടർമാർ, അവർക്ക് അവിടെ വോട്ടുണ്ടായിട്ടും അവരവിടെ സ്ഥിരതാമസക്കാരായിട്ടും ഇവിടെ സ്ഥിരതാമസക്കാരല്ല എന്ന് ഉറപ്പുള്ള 2 വോട്ടർമാരെ സംബന്ധിച്ചുള്ള പരാതി ഞങ്ങൾ കൊടുക്കുകയുണ്ടായി. ആ പരാതിയെ സംബന്ധിച്ച് നടപടി സ്വീകരിക്കാതെ ഒരു ഫൈനൽ വോട്ടർ പട്ടികയിൽ വന്നു. അതിനുശേഷം ഈ ഫൈനൽ വോട്ടർ പട്ടിക വന്നതിന് ശേഷം തന്നെ ഇലക്ഷന് തൊട്ട് മുമ്പായി അന്തിമമായി ഞങ്ങൾ ഒരു കാര്യം കൂടി ചെയ്തു. ബി എൽ ഒമാർ തന്നെ റിജക്റ്റ് ചെയ്തിട്ടുള്ള ലിസ്റ്റ്, ആ ലിസ്റ്റ് പിന്നെ അവരെ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് പോലും അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലിസ്റ്റ് പുറത്തു വരുന്നു. അങ്ങനെ പുറത്തു വന്നാൽ തന്നെ അത്തരം ആളുകളെ നമുക്ക് വേണമെങ്കിൽ പിന്നെ കലക്ടർക്ക് വേണം, അല്ലെങ്കിൽ ഭരണാധികാരികൾക്ക് വേണമെങ്കിൽ ആബ്സെൻ്റ് എന്ന നിലയിലോ അല്ലെങ്കിൽ ഇവിടെ പിന്നെ സ്ഥലത്തില്ലാത്തവരെന്ന നിലയിലോ ഡെത്ത് എന്ന നിലയിലോ ചൂണ്ടിക്കാണിക്കുന്ന AST ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവരെ സസ്പീഷ്യസ് ആയിട്ട് വേണമെങ്കിൽ അവരെ വോട്ട് നമുക്ക് തടയുകയോ അല്ലെങ്കിൽ അത് സസ്പീഷ്യസ് ആയിട്ട് വെക്കുകയോ ചെയ്യാം. ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് 44 ആളുകളുടെ പേരുകൾ വ്യക്തതയോടുകൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ 26/4/2025 KP രാജേന്ദ്രന് ഒപ്പിട്ട് കൊടുത്തിട്ടുള്ള അവിടുന്ന് റിസീവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ഒരു പിന്നെ പരാതിയാണ്. ഈ പരാതി അത് കൊടുത്തിട്ടും അതിലൊരു നടപടിയും ഗവൺമെന്റ് സ്വീകരിച്ചില്ല. ഇപ്പൊ പറയുന്നത് എന്താണ്, സുനിൽകുമാർ അദ്ദേഹം പറഞ്ഞത്, രത്തൻ കേൽക്കൽ പറഞ്ഞത് അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല. ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടെ പറയട്ടെ. ശരി. രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ, രാഷ്ട്രീയ പാർട്ടികൾ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ഇവിടെ നിന്ന് പോയ തൃശ്ശൂർ മണ്ഡലത്തിലെ പ്രതിനിധിയായിട്ടുള്ള അഡ്വക്കേറ്റ് KB സുമേഷ് ഈ കാര്യം പിന്നെ തഹസിൽദാരായിരിക്കുന്ന ആളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അതേ ആവശ്യം തന്നെ KV ദാസൻ എന്ന് പറയുന്ന UDFന്റെ പ്രതിനിധി അത് വീണ്ടും ആവർത്തിച്ച് ഈ ആക്ഷേപം അവിടെ ഉന്നയിച്ചു. അപ്പോൾ വോട്ടർ പട്ടികയിൽ ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നിട്ടില്ല എന്ന് രത്തൻ ഖേൽക്കർ പറയുന്നത് തെറ്റാണ് അല്ലേ? അടിസ്ഥാനരഹിതമാണ്. പച്ചക്കള്ളം. അത് ഞാൻ പറയുന്ന ഒരിക്കലും രത്തൻ കേൽക്കർ എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ അദ്ദേഹത്തിന് അങ്ങനെ പറയുമെന്ന് എനിക്ക് വളരെ സംശയമില്ല. പക്ഷേ ഈ തൃശ്ശൂർ ജില്ലയിലെ വരണാധികാരി ഈ വിവരം സംസ്ഥാന അധികാരി അറിയിക്കാതിരുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ അത് ഇവിടെ എന്തുകൊണ്ട് തമസ്കരിക്കപ്പെട്ടു എന്നുള്ളത് അന്വേഷണ വിധേയമാക്കേണ്ട ഒരു വിഷയമാണ്. അപ്പം അതുകൊണ്ട് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഇലക്ഷൻ ഉദ്യോഗസ്ഥൻ ഇത്തരമൊരു മറുപടി പറയുമ്പോൾ ആ മറുപടി സത്യസന്ധമായിരിക്കുകയും അത് രേഖാപരമായി അത് വസ്തുതയോടുകൂടി തെളിയിക്കാൻ കഴിയുന്ന കാര്യങ്ങളായിരിക്കണം. കാരണം അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിരിക്കുന്ന ആളാണ്. അപ്പോൾ ഞങ്ങൾ ഉത്തരവാദിത്തമില്ലാത്ത കാര്യം പറയുന്നതല്ലല്ലോ. അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞിട്ട് അതിൽ ഒരു നടപടി ഉണ്ടായില്ല. അതിനുശേഷം ഇലക്ഷന് ശേഷം ഈ കലക്ടർ ചുമതലപ്പെടുത്തിയ ഡെപ്യൂട്ടി കലക്ടർ ഞങ്ങളുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഏജൻ്റായിരിക്കുന്ന KP രാജേന്ദ്രൻ്റെ കയ്യിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ടു ഇലക്ഷൻ ശേഷം. അപ്പോൾ ഇതെല്ലാം അവിടെ പിന്നെ റെക്കോർഡ് ചെയ്യപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇത്ര ഉണ്ടായിട്ട് പോലും ഇത് മറുപടിയൊന്നും അപേക്ഷയൊന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ ആക്ഷേപകരമായൊരു കാര്യമാണ്. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം നമ്മൾ എന്തെങ്കിലും വിളിച്ചു പറയുന്നൊരു വിഷയമല്ല. ഇത് ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങേയറ്റം വിശ്വസിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നവരും വോട്ട് ചെയ്യുന്നതും സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതും. അപ്പോൾ നാം പരാജയപ്പെട്ടാലും ജയിച്ചാലും അത് ജയിച്ച എത്ര വോട്ടിനാണെങ്കിലും പരാജയപ്പെട്ട എത്ര വോട്ടിനാണെങ്കിലും അത് വളരെ ട്രാൻസ്പെറൻ്റായ വളരെ സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ ആയിരിക്കുക എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യവും അതിൻ്റെ ഒരു പ്രാധാന്യവുമാണ്. അതാണ് ഇവിടെ ചലഞ്ച് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഉത്തരം നൽകേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, രാഷ്ട്രീയ പാർട്ടികളല്ല ഇതിനെപ്പറ്റി മറുപടി പറയേണ്ടത്.
ഈ രാഷ്ട്രീയ പാർട്ടികളല്ല മറുപടി പറയേണ്ടത്. ഇത് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ പ്രതിപക്ഷ നേതാവിനോട് നമ്മൾ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ് തെളിവുകൾ, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്ത തെളിവുകളിലാണല്ലോ തിരിച്ചങ്ങോട്ട് വീണ്ടും അതേ തെളിവുകൾ കൊടുക്കാൻ പറയുന്നത്. ഞാൻ അഡ്വക്കേറ്റ് കെ അനീഷ് കുമാറിലേക്ക് പോകുന്നു. BJP പ്രതിനിധി, തൃശ്ശൂരിൽ നിന്ന് തന്നെയുള്ള BJP പ്രതിനിധി അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ, ഇപ്പോൾ തൃശൂർ തിരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി എങ്ങനെ വിജയിച്ചു എന്ന് ചോദിച്ചാൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. നിങ്ങളുടെ പ്രവർത്തനം, സ്ത്രീ വോട്ടർമാർ, സുരേഷ് ഗോപി എന്ന നടന് നൽകിയ വോട്ട്, അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ പാർട്ടിക്ക് അതീതമായ വോട്ടുകൾ തനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഈ ക്രിസ്ത്യൻ വോട്ടുകൾ എത്രത്തോളം നിങ്ങൾ സമാഹരിച്ചു എന്ന യാഥാർത്ഥ്യവും അവിടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ വരുത്തരായ കുറേ പേരെ നിങ്ങൾ ചേർത്തു. അത് ചട്ടവിരുദ്ധമായി, ക്രമവിരുദ്ധമായി എന്നുള്ള ആരോപണമാണല്ലോ, ആക്ഷേപമാണല്ലോ ഉയർന്നിരിക്കുന്നത്. അത് ഇപ്പോൾ ഉയർന്നതല്ല, നേരത്തെയും ഉയർന്നതാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഘട്ടത്തിൽ അതൊന്നുകൂടി ശക്തിപ്പെടുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, സുരേഷ് ഗോപി ചേർത്ത അദ്ദേഹത്തിന്റെ കുടുംബത്തിൻ്റെതായി പറയുന്ന 11 വോട്ടുകൾ അവരിപ്പോൾ എവിടെ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. അതായത് തിരഞ്ഞെടുപ്പ് സമയത്തേക്ക് അവിടേക്ക് വോട്ടർ പട്ടികയിൽ ആ പേര് ചേർക്കുന്നു, അവർ അവിടേക്ക് വരുന്നു, പിന്നീട് അവർ അപ്രത്യക്ഷരാകുന്നു. ഇനി അവർ മറ്റൊരു സ്ഥലത്ത് പോയി വീണ്ടും വോട്ടർ പട്ടികയിൽ മറ്റൊരിടത്തേക്ക് ചേർക്കുമ്പോഴാണ് അത് ചട്ടവിരുദ്ധമാകുന്നത്. അതിൽ എത്രത്തോളം, ഇപ്പൊ പറഞ്ഞതിൽ എത്രത്തോളം ചട്ടവിരുദ്ധതയുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ അതിഥി തൊഴിലാളികളടക്കമുള്ളവരെ ചേർത്തുകൊണ്ട് ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ആളുകളെ ചേർത്തിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണമുണ്ട്. അനീഷ് കുമാർ മറുപടി. സത്യത്തിൽ ഈ വിഷയത്തിൽ സുനിൽകുമാർ തുടക്കം മുതൽ തൃശ്ശൂരിലെ ജനങ്ങളെ പരിഹസിക്കാൻ വേണ്ടി, അപഹസിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, അദ്ദേഹത്തിന് വലിയ ജയപ്രതീക്ഷ ഉണ്ടായിരുന്നു തൃശ്ശൂര്. അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണതിന്റെ തലേ ദിവസം നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ ചോദിച്ച സമയത്ത് BJP ജയിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ച സമയത്ത്, എന്ന് പറഞ്ഞാൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ടാണ് വോട്ടെണ്ണല്. അപ്പൊ ആ 1 മാസത്തിന്റെ ഇടയിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ, പരാതി ഉണ്ടെങ്കിൽ, ആക്ഷേപം ഉണ്ടെങ്കിൽ, അതൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാക്കാനും പരാതി കൊടുക്കാനൊക്കെ ഉള്ള ഒരു സമയം 1 മാസം കഴിഞ്ഞതിന് ശേഷമാണ് വോട്ടെണ്ണൽ. ആ വോട്ടെണ്ണലിന്റെ തലേ ദിവസം അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, താമര വിരിയുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, താമര വിരിയും, അതുപോലെ ചെളിക്കുണ്ടിൽ വിരിയും എന്നാണ് സുനിൽകുമാർ പറഞ്ഞത്. അദ്ദേഹം പരിഹസിക്കുകയാണ് ചെയ്തത്, അപഹസിക്കുകയാണ് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസമായിരുന്നു. തെരഞ്ഞെടുപ്പ് ദിവസം ജൂൺ 4-ാം തീയതി ഞാൻ പാർട്ടി ഓഫീസിലേക്ക് വരുന്ന സമയത്ത് പടിഞ്ഞാറേക്കോട്ടയില് CPM-ന്റെ സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ സുനിൽകുമാറിനെ സഞ്ചരിക്കാനുള്ള വിജയരഥം റോഡ് സൈഡിൽ കിടക്കാണ്. അപ്പൊ അവർ ജയിക്കുമെന്ന് 100% അവർക്ക് ആത്മവിശ്വാസമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ 75,000 തോൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ആഘാതം തന്നെയാണ്. അത് ഒരു മാനസിക നില തെറ്റുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു 4 ദിവസമൊക്കെ അങ്ങനെ സംഭവിക്കാം. പക്ഷെ 1 വർഷത്തിന് ശേഷവും സമചിത്തത വേണ്ടെടുത്തുകൊണ്ട് ആ ജനാധിപത്യ ബോധത്തോടു കൂടി ജനവിധിയെ അംഗീകരിക്കുക എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ ചെയ്യേണ്ട ഒരു സാമാന്യ മര്യാദയാണ്. ആ മര്യാദ കാണിക്കാതെ ഓരോ ദിവസം ഉണ്ടയില്ലാത്ത ഓരോ വെടികൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം പറഞ്ഞു തെരഞ്ഞെടുപ്പ് പൂരം കലക്കിയിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത്. കുറെ നാള് അതാണ് പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു മേയറാണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത്, മേയർ കള്ളക്കളി കളിച്ചിട്ടാണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത്. അതിനുശേഷം പറഞ്ഞു സഭകളാണ് ജയിപ്പിച്ചത്, സഭകൾ കൂട്ടത്തോട് കൂടിയിട്ട് വോട്ട് ചെയ്തിട്ടാണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത്. ഇപ്പൊ പറയുന്നു വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിയിട്ടാണ് BJP ജയിച്ചത് എന്ന് പറയുന്നു. സത്യത്തിൽ സുനിൽകുമാർ CPM-ന്റെ സംഘടനാ സംവിധാനത്തെ പരിഹസിക്കുകയാണ്. അദ്ദേഹം വെടിയുതിർക്കുന്നത് CPM-ന് നേരെയാണ്. കാരണം താങ്കൾ ഇതിൽ രാഷ്ട്രീയമായ പ്രതികരണം നടത്തുന്നു, ശരിയാണ്, അങ്ങേക്ക് അത് നടത്താം. പക്ഷെ എന്നാലും നിങ്ങൾ എത്ര വോട്ടർമാരെ കൂടുതലായി ചേർത്തു? എല്ലാ പാർട്ടികളും വോട്ടർമാരെ ചേർക്കാൻ ശ്രമിക്കും, അത് ശരിയാണ്. പക്ഷെ നിങ്ങൾ അനധികൃതമായി ചേർത്തു. സമീപ ജില്ലകളിൽ നിന്ന്, പാലക്കാടിൽ നിന്നും ആലത്തൂരിൽ നിന്നും ഒക്കെ വോട്ടർമാരെ ഇങ്ങോട്ട് ചേർത്തു എന്നുള്ള ഗുരുതരമായ ആരോപണം. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ അതിഥി തൊഴിലാളികളെയും, അതിൽ അങ്ങയുടെ പ്രതികരണം എന്താണ്? നിങ്ങൾ കൂടുതലായി ചേർത്ത വോട്ടർമാരുടെ എണ്ണം ഇപ്പോഴൊന്നുകൂടി ഒന്ന് പറയാം. അല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ പോയിന്റിലേക്ക് എത്തിയ സമയത്താണ് ശ്രുതി ഇടപെട്ടത്. അതായത് CPIക്ക് കാര്യമായിട്ടുള്ള സംഘടനാ സംവിധാനമൊന്നും തൃശ്ശൂരില്ല. പക്ഷേ 1275 ബൂത്തുകളുണ്ട് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ. ആ 1275 ബൂത്തിലും ശക്തമായിട്ടുള്ള സംഘടനാ സംവിധാനം CPM-നുണ്ട്. അവർ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക ഓരോ ഘട്ടത്തിലും തലനാരഴ കീറി വോട്ടർ പട്ടിക പരിശോധിച്ച് പഠിച്ച് തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന ഒരു പാർട്ടിയാണ് CPM. അവർക്ക് എല്ലാ ബൂത്തിലും 2 BLA-മാർ വീതമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായിട്ട് സുനിൽകുമാർ പറഞ്ഞ ഉണ്ടയില്ലാത്ത വെടിക്ക് കൃത്യമായിട്ടുള്ള മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. 3 തവണ വോട്ടർ പട്ടികയുടെ കരട് പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും മീറ്റിംഗ് വിളിച്ചു.
സൗജന്യമായിട്ട് വോട്ടർ പട്ടിക എല്ലാ പാർട്ടികൾക്കും കൊടുത്തു. വോട്ടർ പട്ടിക പരിശോധിക്കാനുള്ള സമയം കൊടുത്തു. ആക്ഷേപം പറയാനുള്ള സമയം കൊടുത്തു. ആക്ഷേപം പറഞ്ഞു. പരാതി വോട്ടെടുപ്പ് നടന്നു. 4 തവണ കൊടുത്ത പരാതിയുടെ പകർപ്പുമായിട്ടാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്. അങ്ങ് അപ്പോൾ എത്തിയിരുന്നില്ല. വെറുതെ പറയാണ് സ്മൃതി, വെറുതെ പറയാണ്. ഈ സുനിൽകുമാർ അഡ്വക്കേറ്റ് അല്ലേ, അദ്ദേഹം അഡ്വക്കേറ്റ് അല്ലേ, അദ്ദേഹത്തിന് ഈ കാര്യത്തില് അങ്ങനെ ഒരു വ്യക്തത ഉണ്ടെങ്കിൽ, തെളിവുണ്ടെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ കോടതിയെ സമീപിക്കണം എന്നുള്ള നിയമം അറിയാത്ത വക്കീലാണോ സുനിൽകുമാർ? അതിനുള്ള സംവിധാനം ഈ പാർട്ടിക്കില്ലേ, CPM-നില്ലേ, CPI-ക്കില്ലേ? അവരുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ കോടതിയെ സമീപിച്ചില്ല? എന്തുകൊണ്ട് സമീപിച്ചില്ല? പെട്ടെന്ന് മറുപടി എടുത്തിട്ട് അങ്ങയിലേക്ക് തന്നെ വരാം. സുനിൽകുമാർ, അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി. ഇപ്പോൾ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് കൊണ്ടുവന്ന തെളിവുകളിലും ആ ചോദ്യം ഉയരുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് കോടതിയിലേക്ക് പോയില്ല? സ്മൃതി, ഈ അനീഷ് കുമാർ എൻ്റെ ഒരു സുഹൃത്താണ്, അഭിഭാഷകനാണ് അദ്ദേഹം. പക്ഷേ ഈ കാര്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുകയാണ്. അദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യം, ജനാധിപത്യത്തിൽ ജയവും തോൽവിയും അംഗീകരിക്കാനുള്ള ഔചിത്യവും ഔന്നിത്യവും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കുണ്ടെന്ന് അദ്ദേഹം ആദ്യം മനസ്സിലാക്കണം. തൃശ്ശൂർ പാർലമെൻറ്റ് മത്സരത്തിൽ പരാജയപ്പെട്ടതോടുകൂടി ഞാൻ ഈ നാട് വിട്ടു പോയിട്ടൊന്നുമില്ല. ഞാൻ ഈ നാട്ടിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വ്യക്തിപരമായിട്ട് ഒരിക്കൽ പോലും ആരെയും ഞാൻ ആക്ഷേപിച്ച് സംസാരിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു സമചിത്തത. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മറ്റുള്ളവരുടെ സമചിത്തത ഇല്ല എന്ന് പറയുന്ന ആളുകൾ ആരാണ്? മറ്റുള്ളവർക്കൊക്കെ സമയത്ത് ഇല്ലാത്തവരാണെന്ന് പറയുന്നത് ആരാണ്? ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമയത്തത പോയി, ആർക്കാണ് ആ സമയത്തത പോയിരിക്കുന്നത്? അദ്ദേഹം ഒരു പാർട്ടിയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്ന ആളായിരുന്നല്ലോ. ആ ജില്ലാ പ്രസിഡൻ്റായിരുന്ന ആളായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്, ഇങ്ങനെയാണോ സംസാരിക്കുക? ഞാനിവിടെ സംസാരിച്ച ഓരോ കാര്യങ്ങളും വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കണ്ടേക്കാം. പക്ഷേ താങ്കൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞങ്ങൾ പരാതി കൊടുത്തില്ല എന്ന് താങ്കൾ പറയുന്ന എന്ത് അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 22/1/2024 ശേഷം ഉണ്ടായിട്ടുള്ളതാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന അനധികൃതമായ വോട്ട് ചേർക്കൽ മുഴുവൻ നടന്നിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ ഞങ്ങൾ കൊടുത്തിട്ടുള്ള 4 പരാതികളുടെ കോപ്പി ഞാൻ അവിടെ റിസീവ് ചെയ്ത കോപ്പി ഇവിടെ കാണിച്ചിട്ടാണ് അനീഷ ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് വെറുതെ സംസാരിക്കുന്ന ഒരാളാണ് താങ്കൾ, തെറ്റിദ്ധരിക്കേണ്ട. പിന്നെ ഒരു കാര്യം, താങ്കൾ പറയുന്ന പല കാര്യങ്ങളും CPM-നെ വെല്ലുവിളി, ഞങ്ങൾ അങ്ങനെയൊന്നും നിങ്ങൾ പ്രകോപിപ്പിക്കാൻ നോക്കരുത്. നിങ്ങൾ ഇവിടെ വോട്ട് ഞാനിവിടെ അടുത്ത ദിവസങ്ങളിൽ താങ്കളുടെ പാർട്ടിയിൽപ്പെട്ട ചേലക്കരയിലും വടക്കാഞ്ചേരിയിലും പെട്ട ആളുകൾ, അവിടെ താമസിക്കുന്ന ആളുകൾ ഇവിടെ വോട്ട് ചേർത്തതിൻ്റെ കണക്കുകൾ സഹിതം ഞാൻ പുറത്തു വിട്ടാൽ താങ്കൾ മറുപടി പറയുമോ? പിന്നെ ഒരു കാര്യം, സുരേഷ് ഗോപി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അവിടെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റിന് വോട്ട് ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെ മുഴുവൻ ഇങ്ങോട്ട് വരുത്തി എന്ന് പറയുന്നത് തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ പല സ്ഥലത്തുണ്ടായിട്ടും അടുത്തടുത്ത പഞ്ചായത്തുകളിലുണ്ടായിരുന്ന BJP-ക്കാരെ മുഴുവൻ നിങ്ങളിവിടെ പല വീടുകളിലും ഫ്ലാറ്റുകളിലും BJP കൗൺസിലർമാരെയും പല ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചേർത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയും യാഥാർത്ഥ്യവുമാണ്. അതുകൊണ്ട് മാത്രമാണ് പരാജയപ്പെട്ടതെന്ന് പറയാൻ വേണ്ടിയല്ല ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ പല മാർഗങ്ങളിൽ ഒരു മാർഗമായി ഇത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊരു വസ്തുത പറയാൻ അവസരം കിട്ടുമ്പോൾ ഞങ്ങളത് പറയും. അത് ഇലക്ഷൻ കമ്മീഷന്റെ അത് പറയുമ്പോൾ അനീഷിനെ പോലെയുള്ള ആളെ ഒരു മിനിറ്റ് അത് പറയുമ്പോൾ അത് വ്യക്തിപരമായ ഒരാളുടെ പരാജയത്തെ, ഒരു പരാജയപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിൽ ഒരു വോയിസ് ഉണ്ട്, അത് മനസ്സിലാക്കണം. ഭൂരിപക്ഷം കിട്ടിയവരുടെ മാത്രം ശബ്ദമല്ല ജനാധിപത്യം. പരാജയപ്പെട്ടവർ, ഞാനിവിടെ എനിക്ക് വോട്ട് ചെയ്യാത്തവരെ അപഹസിക്കുകയല്ല, സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തവരെ അപഹസിക്കുകയുമല്ല ചെയ്യുന്നത്. ജനാധിപത്യത്തിൽ നിങ്ങൾ ലക്ഷക്കണക്കിന് കിട്ടിയ വോട്ടിൽ 100 വോട്ടെങ്കിലും നിങ്ങൾ അനധികൃതമായി കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ, 100 വോട്ടുകൾ അനധികൃതമായി കൈപ്പറ്റിയിട്ടുണ്ടെന്ന് പറയാൻ ജനാധിപത്യത്തിൽ അവസരം ഉണ്ടാവണം. അനീഷ് കുമാർ, അതിനാണ് മറുപടി പറയേണ്ടത്. നിങ്ങൾ വോട്ട് ചേർത്തതിന്റെ രീതി ഒന്ന് വിശദീകരിക്കൂ. അല്ല, സ്മൃതി, സുനിൽകുമാർ ഇടപെട്ടത് ഞാൻ ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടി പറയാം. അതിന്റെയാണ് മറുപടി. പല കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇത്. അപ്പൊ കോടതിയെ സമീപിക്കുന്ന മറ്റു പറഞ്ഞ പല ഘടകങ്ങളും, ഈ പറഞ്ഞ വോട്ട് പിടിക്കാൻ നിങ്ങൾ ചെയ്ത മറ്റു പല ഘടകങ്ങളും ഞങ്ങൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇത് സ്മൃതി, ഞങ്ങൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അനീഷിനെ അറിയാലോ. അനീഷിനെ ഇവിടുത്തെ ജയിച്ചു പോയാണ്ട് ചോദിച്ചു നോക്ക്, അദ്ദേഹത്തിന് നോട്ടീസ് വന്നിട്ടുണ്ടാവും. അത് ഹൈക്കോടതി കേസ് ഫയൽ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷണർ അറിയാതെയാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം, LLB പാസ്സായി എന്നുള്ളത് മാത്രമല്ല നിയമപരിജ്ഞാനം. ഇവിടെ നിയമപരിജ്ഞാനമുള്ള സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് അനീഷ് ആണെങ്കിലും ഞാനാണ് പ്രവർത്തിക്കുന്നത്. ശരി, അനീഷ് കുമാർ പറയൂ.
അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ഇവിടെ അല്ല, അനീഷ് കുമാർ പറയട്ടെ. ഹൈക്കോടതി കേസ് ഉണ്ട് എന്നുള്ളതാണ്. കേസുണ്ട്, കോടതിയിലേക്ക് പോയിട്ടുണ്ട്. ഇനി അനീഷ് കുമാർ പറയൂ. ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ ഈ ചർച്ച റിപ്പോർട്ടർ ചാനൽ നടത്തുന്ന ചർച്ചയിൽ ജയിക്കുകയാണെങ്കിൽ അദ്ദേഹമാണെങ്കിൽ പറഞ്ഞോട്ടെ. പക്ഷെ ഇതുവരെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കേസ് ഇപ്പൊ 1 കൊല്ലം കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നിട്ട് 1 കൊല്ലം കഴിഞ്ഞു, ഇതുവരെ അങ്ങനെ ഒരു കേസ് കൊടുത്തതായിട്ട് ഞങ്ങൾക്ക് ആർക്കും അറിവില്ല. ഇനി കേരളം ഭരിക്കുന്ന BJP അല്ല, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊന്നും BJP അല്ല. ശരി അന്വേഷിക്കാം. നിങ്ങൾ അങ്ങനെ ഇത് പൊതുജന സമക്ഷം പറയുന്ന കാര്യമാണ്. അപ്പുറത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥി പറയുന്നത് മുഴുവൻ കളവാണ് എന്ന രൂപത്തിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് എത്രത്തോളം ശരിയാണ് എന്ന് അനീഷ് കുമാർ ചിന്തിക്കണം. അദ്ദേഹം പറയുന്ന ജനങ്ങളോട് കൂടിയാണല്ലോ. ഒരു മുഴുവൻ കളവ് പറയാനാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അദ്ദേഹം അന്ന് മുതൽ അങ്ങനെ സുനിൽകുമാർ പറയുന്ന മുഴുവൻ കള്ളങ്ങളും അംഗീകരിക്കാനല്ലോ ഞാൻ ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത്. നാളെ നമ്മൾ വഴിയിലൊക്കെ നമ്മളങ്ങനെ നോണ പറഞ്ഞു പോകാൻ പറ്റും അനീഷേ. അനീഷ്, ഒറ്റ കാര്യം അനീഷ്, എന്റെ ചോദ്യത്തിലേക്ക് ഒന്ന് ദയവായിട്ട് വരൂ. നിങ്ങൾ എത്ര വോട്ട് ചേർത്തു? അതിന്റെ ഒരു മാനദണ്ഡം, രീതി എന്തായിരുന്നു? ഇപ്പൊ ഒന്ന് സുനിൽകുമാറിനെ കണ്ട് മാധ്യമ പ്രവർത്തകർ ചോദിച്ച സമയത്ത് സുനിൽകുമാർ അതിൽ പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. BJP തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമമാർഗത്തിൽ കൂടിയാണ് BJP വോട്ട് ചേർത്തത് എന്ന് സുനിൽകുമാർ തന്നെ ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. സ്മൃതിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഇന്ന് കൊടുത്തിട്ടുള്ള ബൈറ്റ് ഒന്ന് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. അപ്പൊ അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട് ആ കാര്യത്തിൽ. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കാണിച്ചോളൂ. ഇതിന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച നിയമപരമായിട്ടുള്ള മാർഗത്തിൽ കൂടി BJP തൃശ്ശൂർ വോട്ട് ചേർത്തിട്ടുണ്ട്. ഞങ്ങൾ മുൻപ് ചേർത്തതിനേക്കാൾ വളരെ നല്ല പ്രവർത്തനം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടാവുന്ന പരമാവധി വോട്ടർമാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നോ? പാലക്കാട് നിന്ന് പച്ചക്കള്ളം ഉണ്ടെങ്കിൽ തെളിയിക്കട്ടെ, ചാനൽ ചർച്ചയിലല്ല, കോടതിയിൽ തെളിയിക്കട്ടെ. ഇങ്ങനെ ഞാൻ പറയുന്ന സമയത്ത് എല്ലാത്തിലും അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതെ, എല്ലാ കാര്യത്തിലും ഞാൻ ഈ പറയുമ്പോൾ മുഴുവൻ എല്ലാ കാര്യത്തിലും വേർഡ് ബൈ വേർഡ് സുനിൽകുമാർ ഇടപെട്ടാൽ എനിക്ക് എങ്ങനെയാണ് പറയാനുള്ള കാര്യങ്ങൾ? അദ്ദേഹം കുറച്ചു കാലമായി ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കാൻ, പണ്ട് സജീവമായിരുന്നു, അദ്ദേഹം അതിലേക്ക് വരുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ്. അതങ്ങ് ക്ഷമിച്ചേക്കൂ, ബാക്കി പറയൂ. അത് അദ്ദേഹം ഒരു ഇൻട്രപ്ഷൻ ഇല്ലാതെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ വാദഗതികളൊക്കെ പറഞ്ഞു. ഞങ്ങൾ ആരും ഇടപെട്ടിട്ടില്ല. ഇനി ഞാനൊന്ന് പറയട്ടെ കാര്യം. ഞാൻ പറയുന്നത് കേരളം ഭരിക്കുന്നത് CPM ആണ്. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്നത് CPM ആണ്. BLOമാര് ബഹുഭൂരിപക്ഷവും CPM ആണ്. താങ്കളുടെ അമ്മ എങ്ങോട്ടാണെന്ന് അറിയാതെ അതിൽ കൊലിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനൊന്ന് BJPയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അതല്ലേ ഞാൻ പറയുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് തോന്നിയ പോലെ വോട്ട് ചേർക്കാൻ ഒരു സംവിധാനം ഇല്ല. അങ്ങനെ ചേർക്കാൻ സാധിക്കില്ല. ഇപ്പൊ എനിക്ക് എന്റെ വോട്ട് ഇവിടെ ചേർക്കണമെങ്കിൽ ഇപ്പൊ ഞാൻ ആലത്തൂര് ലോകസഭയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷെ ഇത്തവണ ഞാൻ തൃശ്ശൂരാണ് വോട്ട് ചെയ്തത്. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ തൃശ്ശൂരാണ് താമസിക്കുന്നത്. ഞാൻ തൃശ്ശൂർ വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ എന്റെ വോട്ട് ഇത്തവണ ഇങ്ങോട്ട് മാറ്റിയ സമയത്ത് ഞാൻ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നതിന്റെ ഞാൻ സ്ഥിര താമസക്കാരനാണ് എന്നുള്ള റെസിഡൻസ് സർട്ടിഫിക്കറ്റ് വരെ സമർപ്പിച്ചിട്ടാണ് ഞാൻ എന്റെ വോട്ട് ഇവിടെ ചേർത്തത്. അങ്ങനെ കൃത്യമായ രേഖകൾ കൊടുത്ത്, റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ കൊടുത്ത് BLA വന്ന് പരിശോധിച്ച് ബോധ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഇവിടെ വോട്ട് ചേർക്കാൻ സാധിക്കുള്ളൂ. അനീഷ്, എത്ര വോട്ടർമാരെ ചേർത്തു? നിങ്ങൾ പറയുന്ന എല്ലാ ചട്ടപ്രകാരമാണെന്ന് പറയുമ്പോൾ BJP എത്ര വോട്ടർമാരെ ചേർത്തു? ആ കണക്കൊന്ന് പറയുന്നേ. ഇത്ര നേരം അല്ല, മൊത്തം ബൂത്തിലെ BJP ചേർത്ത വോട്ടിന്റെ കണക്കൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഇത്ര പുതിയ വോട്ടർമാരെ ചേർത്തു. എല്ലാ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുണ്ടാകുന്ന രാഷ്ട്രീയ നേതാക്കൾ അതൊരു അവകാശവാദമായി പറയാറുണ്ടല്ലോ. അങ്ങേക്ക് അറിയില്ല? അങ്ങേക്ക് ചുമതലയുണ്ടായിരുന്നല്ലേ? അങ്ങനെ ഒരു അവകാശവാദവും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള മാക്സിമം വോട്ടുകൾ എല്ലാ ബൂത്തിലും ഞങ്ങൾ ചേർത്തിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാ സംഘടനാ സംവിധാനവും ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ വഴിവിട്ട ഒരു മാർഗവും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം 9,000-ലധികം പേരെ അനധികൃതമായി ചേർത്തു എന്ന വ്യാപകമായ പരാതി അന്ന് തന്നെ ഉയർന്നതല്ലേ? അത് അന്ന് ഇടത് വലത് മുന്നണികൾ ഒരുപോലെ പറഞ്ഞ ഒരു കാര്യമായിരുന്നില്ലേ അത്? ഞങ്ങൾ മാത്രമല്ലല്ലോ വോട്ട് ചേർത്തിട്ടുള്ളൂ, ഇവരെല്ലാവരും വോട്ട് ചേർത്തിട്ടില്ലേ? അനധികൃതമായി നിങ്ങൾ 9,000 പേരെ തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ചേർത്തു എന്നൊരു കണക്ക്, ഒരു 9,000-ന്റെ കണക്ക്. ഇത് ആരുടെ കണക്കാണ്? ഇടത് വലത് പറയുന്ന കണക്കാണ്. വെറുതെ കണക്കല്ലേ. ഇതല്ലേ ഞാൻ പറഞ്ഞു ഉണ്ടല്ലാത്ത വഴിയാണെന്ന്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? വെറുതെ പറയല്ലേ. ഒരു ഫിഗർ വെറുതെ വിളിച്ചു പറയാണ്. എല്ലാ പാർട്ടികളും BJPക്കെതിരായ ആരോപണം അനീഷ് കുമാർ. 28,000
100% തെറ്റായിട്ടുള്ള ആരോപണമാണ്. ഞങ്ങൾ നന്നായിട്ട് വോട്ട് ചേർത്തിട്ടുണ്ട്, എല്ലാ ബൂത്തിലും ചേർത്തിട്ടുണ്ട്. അപ്പൊ ആ ചേർത്തതിന്റെ രീതി ഒന്ന് പറയുന്നതിന് എന്താണ് അനീഷ് ഇത്ര ഒരു രഹസ്യാത്മകത? എങ്ങനെ ചേർത്തു, എവിടെ നിന്നൊക്കെ ചേർത്തു? രീതിയല്ലേ പറയുന്നത്. പുതിയ വോട്ടർമാർ തന്നെയാണോ ഇത്? തീർച്ചയായിട്ടും പുതിയ വോട്ടർമാര് ഇത്രയും കാലമായിട്ട് ഞങ്ങൾ പട്ടികയിൽ പ്രകാരം 45-ഉം 70-ഉം വയസ്സുള്ളവരെങ്ങനെയാ പുതിയ വോട്ടർമാരാവുക? അങ്ങനെ സംഭവിച്ചെന്ന് പറയുന്നു. വോട്ടർ പട്ടികയിൽ അല്ല, അതെനിക്കറിയില്ല, ഏതെങ്കിലും കേസ് എനിക്കറിയില്ല. ഈ വോട്ടർ പട്ടികയിൽ 75-ഉം 60-ഒക്കെ വയസ്സുള്ള ആളുകൾ വിട്ടുപോയിട്ടുണ്ടാകാം, വെട്ടിപ്പോയിട്ടുണ്ടാകാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് അവരെ വീണ്ടും ചേർക്കാൻ ഓപ്ഷൻ ഉണ്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ ഈ BJP-ക്കാർ ഇങ്ങനെ അനധികൃതമായിട്ട് വോട്ട് ചേർക്കുന്ന സമയത്ത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരൊക്കെ ഉറങ്ങി കൊടുക്കുമായിരുന്നു. ചേർക്കാൻ പറ്റില്ല. അനീഷ്, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അന്യ സംസ്ഥാന തൊഴിലാളികളെ വോട്ടർമാരായി ചേർത്തിരുന്നോ? ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചൊരു പരാതി ഉയർന്നിരുന്നു, പ്രത്യേകിച്ച് പൂങ്കുന്നം ഹരിശ്രീ, ഞാൻ കൃത്യമായി പറയാം, തൃശൂർ പൂങ്കുന്നം ഹരിശ്രീ സ്കൂളിലെ 2 ബൂത്തുകളിൽ വോട്ട് ചെയ്യാനെത്തിയവരിൽ അനധികൃത വോട്ടർമാരുണ്ടായിരുന്നു എന്ന ആരോപണം ഉയർന്നിരുന്നു. അന്ന് ജില്ലാ വരണാധികാരി കൂടിയായ കളക്ടർ ഇടപെട്ട് ലിസ്റ്റിലുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അനുമതി നൽകി. അന്നത്തെ വരണാധികാരിക്കെതിരെ ആരോപണം വരികയാണ്. എല്ലാവരും ചേർന്നുള്ള ഏർപ്പാടായിരുന്നു എന്നാണ് ഇപ്പോൾ പരാതി. അവരൊക്കെ പോകുന്ന ഹരിശ്രീ സ്കൂളില് വോട്ട് ചെയ്യാൻ വന്ന ആളുകളെ CPM-ന്റെയും CPI-യുടെയും നേതൃത്വത്തിൽ, കോൺഗ്രസുകാരുടെയും നേതൃത്വത്തിൽ തടയുന്ന ഒരു സംഭവം ഉണ്ടായി. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ സംഭവ സ്ഥലത്ത് അവിടെ ചെന്നു, അവരുടെ ID കാർഡ് പരിശോധിച്ചു, കളക്ടറോട് വരാൻ പറഞ്ഞു, കളക്ടർ വന്നു. ഈ വരുന്ന വോട്ടർമാർ ആരെങ്കിലും ഒരാള് ഈ വ്യക്തമായിട്ടുള്ള രേഖ ഇല്ലാതെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ പറഞ്ഞോ. പക്ഷെ കൃത്യമായിട്ടുള്ള രേഖയുടെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരാളെ പോലും വോട്ട് ചെയ്യുന്നതിൽ തടയാൻ സാധിക്കില്ല. രേഖകളുമായിട്ടാണ് എല്ലാ വോട്ടർമാരും വന്നത്. ആധാർ കാർഡും ഐഡന്റിറ്റി കാർഡും മുഴുവൻ രേഖകളുമായിട്ടാണ് ആളുകൾ വന്നത്. ഒരാളെ പോലും രേഖ പരിശോധിച്ചിട്ട് വ്യാജനാണെന്ന് കണ്ടെത്താൻ ഇവർക്ക് സാധിച്ചില്ല. ഒരാളെ പോലും കണ്ടെത്താൻ സാധിച്ചില്ല. അനുവദിച്ചു. ഇവരെല്ലാവരും ഉണ്ടായിരുന്നല്ലോ, CPM-ന് CPI-യുടെ ഒക്കെ നേതാക്കന്മാരുണ്ടായിരുന്നല്ലോ. അങ്ങനെ മതിയായിട്ടുള്ള രേഖ ഇല്ലാതെയാണ് ഒരു കള്ള വോട്ടറാണ് വന്നതെങ്കിൽ എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല? അങ്ങനെ ഒരു കള്ള വോട്ടർ വന്നാൽ കയ്യോടെ പിടിക്കാമായിരുന്നല്ലോ. അവിടെ പോലീസ് ഉണ്ടായിരുന്നില്ലേ, കളക്ടർ ഉണ്ടായിരുന്നില്ലേ? അനീഷ്, നമ്മളിപ്പോൾ എന്തുകൊണ്ടാണ് ഈ ചർച്ച ഇപ്പോൾ വീണ്ടും നടത്തുന്നതും അങ്ങേക്ക് വ്യക്തമായ കാര്യമാണല്ലോ. മഹാദേവപുരയിലെ പുറത്തേക്ക് വന്ന തെളിവുകളാണല്ലോ ഇതിന്റെയൊക്കെ അടിസ്ഥാനം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അതല്ല, ഒരു കാര്യം കൂടി പറയാതിരിക്കുക. എന്തുകൊണ്ടാണ് തോറ്റത് എന്ന് സുനിൽ കുമാർ ഒന്ന് അംഗീകരിക്കും. എന്തുകൊണ്ടാണ് തോറ്റത് എന്നുള്ളത് നിങ്ങളുടെ അനീഷ്, അതിൽ അദ്ദേഹം തുടക്കത്തിൽ തന്നെ കൃത്യമായി 2-3 പ്രാവശ്യം ആവർത്തിച്ചു. അങ്ങുണ്ടായിരുന്നില്ല പരാജയത്തിൽ ഒരു ഘടകം. ഞാൻ സുനിൽ കുമാറിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. സുനിൽ കുമാറിന് 2021 നിങ്ങളുടെ ബൂത്തിൽ മുകുന്ദന് കിട്ടിയതിനേക്കാൾ 157 വോട്ട് കുറവാണ്. നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ ബൂത്തിൽ നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. നിങ്ങളുടെ പഞ്ചായത്തിൽ 2000 വോട്ട് 2021 CPI-യുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയതിനേക്കാൾ കുറവ് വോട്ടാണ് നിങ്ങളും രാജനും ഒക്കെ ഉൾപ്പെടുന്ന നിങ്ങളുടെ ശക്തിദുർഗമായിട്ടുള്ള അന്തിക്കാട് പഞ്ചായത്തിൽ നിങ്ങൾക്ക് കിട്ടിയത്. നിങ്ങളുടെ 2000 വോട്ട് ചോർന്നു. ആ വോട്ട് കുറഞ്ഞത് ഞങ്ങൾ കൃത്യമായിട്ട് വോട്ട് ചേർത്തുകൊണ്ടാണ്. നിങ്ങൾ വോട്ട് എവിടേക്കാ പോയത്? അങ്ങനെ ഓരോ പഞ്ചായത്തിലും, കണ്ടാണിശ്ശേരി പഞ്ചായത്ത് CPM-ന്റെ മോസ്കാണ്, അവിടെ BJP ലീഡ് ചെയ്യുന്നത്. അവിടെ ഒരു ബൂത്തിൽ 25 മുതൽ, നോക്ക് പൂങ്കുന്നത്തല്ല, തൃശ്ശൂരിലെ ഒരു ബൂത്തിൽ 25 മുതൽ 45 വരെ വോട്ടുകൾ ക്രമക്കേടിലൂടെ കടന്നുകൂടി എന്ന ആരോപണമുണ്ട്. ഇനി സുരേഷ് ഗോപിയുടെ കുടുംബത്തിലെ 11 വോട്ടുകൾ അവരിപ്പോൾ എവിടെ എന്നൊരു ചോദ്യവും ഉയരുന്നുണ്ട്. അതായത് വോട്ട് ചെയ്യാൻ കുറച്ച് മാസം മുമ്പ് അവിടെ വരിക, പേര് ചേർക്കുക, അതൊരു ചട്ടമാണ്. ഞാൻ പറയാം ശ്രുതി, 2019 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്നത് മുതൽ സുരേഷ് ഗോപി നെട്ടിശ്ശേരിയിലെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അത് തൃശ്ശൂരിലെ മുഴുവൻ ആളുകൾക്കറിയാം. കുഞ്ഞു കുട്ടികളോട് ചോദിച്ചവരറിയാം. നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർക്കറിയാം. ജയ്സൺ നിങ്ങളുടെ റിപ്പോർട്ടർ ഉണ്ടല്ലോ. നെട്ടിശ്ശേരിയിലെ പറയട്ടെ നെട്ടിശ്ശേരിയിലെ വീട്ടിൽ എത്ര തവണ നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർ വന്ന് അദ്ദേഹത്തിന് അഭിമുഖപ്പെടുത്തിട്ട് 2024 ഇലക്ഷൻ കഴിയുന്നത് വരെ 5 വർഷക്കാലം അദ്ദേഹം താമസിച്ച ആ വീട്ടിലാണ്. ജയിച്ചതിന് ശേഷം അദ്ദേഹം മന്ത്രിയായി. ഇപ്പൊ അദ്ദേഹം ഔദ്യോഗിക വസതിയിൽ ഡൽഹിയിലാണ് താമസിക്കുന്നത്. തൃശ്ശൂരിൽ വന്നാൽ അദ്ദേഹം വേറെ വീടെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസ് ഉണ്ട്. ആ വീട്ടിലാണ് ഇപ്പൊ താമസിക്കുന്നത്. ഈ പറയുന്ന 11 വോട്ടുകൾ, ഈ കുടുംബാംഗങ്ങളെ 11 വോട്ടും തൃശ്ശൂരിൽ തന്നെ ആയിരിക്കുമോ വിനിയോഗിക്കുക? അദ്ദേഹത്തിന്റെ പുതിയ വീട്ടിൽ ഇപ്പൊ നെട്ടിശ്ശേരിയിലെ വീട് വിറ്റു.
നെട്ടിശ്ശേരിയിൽ വീട് വിറ്റു. ഇപ്പൊ ചെമ്പുക്കാവില് അദ്ദേഹത്തിന് പുതിയ വീട് എടുത്തിട്ടുണ്ട്. അവിടെയാണ് അദ്ദേഹത്തിന്റെ ഓഫീസും പ്രവർത്തിക്കുന്നത്. അവിടെയാണ് താമസിക്കുന്നത്. അല്ലെങ്കിൽ രാമനിലയത്തിലാണ് താമസിക്കാറ്. ആ 11 വോട്ടുകളും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മക്കളുടെ അനിയന്റെ ഒക്കെ വോട്ട് അടുത്ത തവണ ആ പുതിയ വീട്ടിലുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടേക്ക് ആ വോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ആക്ഷേപം ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ ബോധിപ്പിക്കും. 2019 മുതല് 5 വർഷമായിട്ട് തൃശ്ശൂരിൽ താമസിക്കുന്ന സുരേഷ് ഗോപിക്കും വീട്ടുകാർക്കും അവിടെ വോട്ട് ചെയ്യുന്നത് ഇതിനൊക്കെ അപവാദം പറയാന്ന് പറഞ്ഞാൽ എന്തൊരു നാണക്കേടാണ്. അദ്ദേഹം അദ്ദേഹം തൃശ്ശൂർ കേന്ദ്രീകരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എത്ര കാലമായിട്ട് അദ്ദേഹം 2019 തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തിനോട് വോട്ട് ചെയ്യാനുള്ള അവകാശം, അദ്ദേഹത്തിനോട് വോട്ട് ചെയ്യാനുള്ള അത് പാർലമെന്റ് നടക്കുന്ന സമയത്ത് അദ്ദേഹം പാർലമെന്റിലാവും, അദ്ദേഹം ഡൽഹിയിലാവും. വോട്ട് ചെയ്തവരാണ് പറയുന്നത്. അനീഷ് കുമാർ വോട്ട് ചെയ്ത് വിട്ടവരാണ് പറയുന്നത്. ഇപ്പോൾ കാണാനില്ല. സുനിൽ കുമാറിന്റെ പാർട്ടിയുടെ വോട്ട്, സുനിൽ കുമാറിന്റെ പാർട്ടിയുടെ വോട്ട്, സുനിൽ കുമാറിന്റെ പാർട്ടിയുടെ വോട്ട് നിങ്ങളുടെ മുഖം നന്നല്ലാത്തതിന് നിങ്ങൾ കണ്ണാടിയെ കുറ്റം പറയില്ലേ? മനസ്സിലായി? നിങ്ങളുടെ മുഖം നന്നല്ലാത്തതിന് നിങ്ങൾ കണ്ണാടിയെ പ്രതികരണം നൽകാൻ കാത്തിരിക്കുന്നു. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചട്ടങ്ങളിൽ ഇളവ് വരുത്തി എന്നുള്ളതാണ്. അല്ലല്ല, ഞാൻ വരാം, ഇടവേളയ്ക്ക് ശേഷം വരാം. സുനിൽകുമാറിന്റെ പ്രധാനപ്പെട്ട ആരോപണം എനിക്ക് അതിൽ മറുപടി കിട്ടേണ്ട 2 അഭിഭാഷകർ വെയിറ്റ് ചെയ്യുന്നു. ഞാൻ ലീഗ് പ്രതിനിധിയിലേക്ക് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ. ഈ ചർച്ചയുടെ പ്രത്യേകത 4 പേരും അഭിഭാഷകരാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ചട്ടങ്ങളിൽ ഇളവ് വരുത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് തൃശ്ശൂരിൽ നടന്നിരിക്കുന്നത്. അതാണ് സുനിൽകുമാർ പറഞ്ഞു തുടങ്ങിയത്. ആ ഇളവ് ആണ് BJP കൃത്യമായി ഉപയോഗിച്ചത്. ഇപ്പോൾ മറ്റിടങ്ങളിൽ നിന്നും വോട്ടർമാരെ ഇവിടേക്ക് ചേർക്കുന്നതിന് മറ്റ് ജില്ലകളിൽ നിന്നടക്കം വോട്ടർമാർ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇളവുകൾ അതൊരു പ്രത്യേക തെരഞ്ഞെടുപ്പിൽ മാത്രം സാധ്യമാണോ? എന്താണ് ഇക്കാര്യത്തിൽ ലീഗ് പ്രതിനിധി എന്ന നിലയ്ക്ക് അങ്ങേക്ക് പറയാനുള്ളത്? കാരണം UDF-ഉം LDF-ഉം ഒരുപോലെ കള്ളവോട്ട് ആരോപണം, വ്യാജ വോട്ടർമാരെ ചേർത്തു എന്നുള്ള ആരോപണം അന്നേ ഉയർത്തിയതാണ്. തീർച്ചയായിട്ടും ചട്ടങ്ങളിൽ ഇളവുകൾ കൊണ്ടുവന്നത് കൊണ്ട് ഈ ഓർഡിനറി റെസിഡന്റിന്റെ സ്വഭാവത്തിൽ ഒരാൾക്ക് വോട്ട് ചേർക്കാൻ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ കിട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. അത് ദുർബുദ്ധിയോടുകൂടി തന്നെ ചെയ്തതാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അതിനുശേഷമാണല്ലോ ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഞാൻ ഒരു ചോദ്യം നേരത്തെ ഇപ്പോൾ അദ്ദേഹം നമ്മുടെ BJP പ്രതിനിധി അഡ്വക്കേറ്റ് അനീഷ് ചോദിച്ചതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനും ചോദിച്ചിരുന്നു, എന്താ നിങ്ങൾ തെരഞ്ഞെടുപ്പ് പെറ്റീഷൻ കൊടുക്കാത്ത, ഇലക്ഷൻ പെറ്റീഷൻ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഇലക്ഷൻ പെറ്റീഷൻ കൊടുക്കാൻ കഴിയില്ല എന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു. കാരണം ഈ ഇലക്ഷൻ ഈ സെക്ഷൻ 100 ഗ്രൗണ്ട്സ് പറയുന്നുണ്ട്, ഇലക്ഷൻ പെറ്റീഷൻ കൊടുക്കേണ്ട ഗ്രൗണ്ട്സ്. ആ ഗ്രൗണ്ട്സിൽ ഗ്രൗണ്ട് ഡിയിൽ ഒരു പ്രൊവിഷനുണ്ട്. ഒരാളുടെ തെരഞ്ഞെടുപ്പ് മറ്റൊരാൾ തെരഞ്ഞെടുക്കപ്പെട്ടതിന് മെറ്റീരിയലി ഒരാളുടെ തെരഞ്ഞെടുപ്പിനെ മെറ്റീരിയലി അഫക്റ്റ് ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു ഇല്ലീഗാലിറ്റി തെരഞ്ഞെടുപ്പ് നടത്തിയ ഭരണാധികാരിയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ ആ തെരഞ്ഞെടുപ്പിനെ റദ്ദ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഗ്രൗണ്ടായിട്ട് റേസ് ചെയ്യാം. ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ? ഇത് മെറ്റീരിയലി അഫക്റ്റഡ് ആയിട്ടുള്ള രേഖകൾ 45 ദിവസത്തിനും പ്രൊഡ്യൂസ് ചെയ്യണം. ഇലക്ഷൻ പെറ്റീഷൻസിൽ പ്ലീഡിങ്സ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഞാനിപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ ഇഷ്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇലക്ഷന് തൊട്ടു മുമ്പും ശേഷവുമായിട്ടൊക്കെ പലപ്പോഴും UDF-കാർ ഞാനൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ ചർച്ച ചെയ്തിരുന്നു. ഇലക്ഷൻ പെറ്റീഷൻ പ്ലാൻ ചെയ്യണം, കാരണം മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട് എന്ന് നല്ല സംശയമുണ്ട്. ഇലക്ഷൻ പെറ്റീഷൻ പ്ലാൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഡാറ്റാസ് കോടതിയിൽ വിളിച്ചു വരുത്താൻ സാധിക്കുകയുള്ളൂ, ഈ ബാലറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ, അതുപോലെ തന്നെ ഈ പറഞ്ഞ ക്യാമറസിൻ്റെ വിഷ്വൽസ് ഒക്കെ എടുക്കാനൊക്കെ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇലക്ഷൻ പെറ്റീഷൻ കൊടുക്കണം. അതിന് സെലക്റ്റഡ് ആയിട്ടുള്ള 100 കോൺസ്റ്റിറ്റ്യുവൻസീസിൽ ഇന്ത്യയിൽ തന്നെ ഇലക്ഷൻ പെറ്റീഷൻ കൊടുക്കാൻ പ്ലാൻ ചെയ്യണമെന്നൊക്കെ അഭിപ്രായം പറഞ്ഞ ഒരാളാണ് ഞാൻ. പക്ഷേ ഇലക്ഷൻ പെറ്റീഷൻ കൊടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഈ പെറ്റീഷനിലെ പ്ലീഡിങ്സിൽ വ്യക്തമായി പറയണേ എങ്ങനെയാണ് ഇത് മെറ്റീരിയലി അഫക്റ്റ് ചെയ്തതെന്ന്. ഉദാഹരണത്തിന് തൃശ്ശൂർ 70,000 വോട്ടിന് അദ്ദേഹം ജയിച്ചു. അപ്പം 70,001 വോട്ട് വ്യാജമായി കൊടുത്തു എന്ന് 45 ദിവസത്തിനകം ഇലക്ഷൻ പെറ്റീഷനിൽ പ്ലീഡ് ചെയ്ത് കൊടുക്കണം. പ്രാക്ടിക്കലി ഡിഫിക്കൽട്ടാണ്, ഇല്ലെങ്കിൽ മെയിൻറ്റൈനബിൾ അല്ല എന്ന് പറയും. ഈ ഡിഫിക്കൽട്ടി ഉണ്ടല്ലോ, ഈ ബുദ്ധിമുട്ടിനെ, അപ്പം അത്രത്തോളം വേരിയേഷൻസ് കണ്ടു കഴിഞ്ഞാൽ വേരിയേഷൻസ് കുറച്ചുള്ളിടത്താണെങ്കിൽ 70,001 വോട്ടും വ്യാജ വോട്ട് എന്ന് പറയുന്നില്ലല്ലോ. ഇപ്പൊ പറയുന്ന ഏതെങ്കിലും ബൂത്തുകളിലെ കണക്കുകൾ ആണ് പറയുന്നത്. കണക്ക് കാണിച്ചാൽ പോരെ? അല്ല അതാണ് പറയുന്നത്. അങ്ങനെ കാണിച്ചാൽ പോരാ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 101D വായിച്ചാല് നിങ്ങൾ ഞാൻ പറഞ്ഞു തീർക്കാം. 101D ഒന്ന് വായിക്കാം. അങ്ങനെ അല്ലെങ്കിൽ
subject to the provisions of subsection 2, if the High Court is of the opinion that the result of the election so far as it concerns a returned candidate has been materially affected by any non-compliance of the provisions of the Constitution or of this Act or of any rules or orders made under this Act. Materially affected ആണ്. മെറ്റീരിയലി അഫക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? ഒരു വോട്ട് കുറഞ്ഞു എന്നല്ല അർത്ഥം. ആ എലക്ഷന്റെ വിക്ടറിയെ അഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പ്ലീഡ് ചെയ്യേണ്ടി വരും. ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഇലക്ഷൻ പെറ്റീഷനിൽ വരും എന്നതുകൊണ്ട് ഇലക്ഷൻ പെറ്റീഷൻ 45 ദിവസം കൊടുക്കൽ ചിലപ്പം പ്രാക്ടിക്കലായിട്ട് നടന്നു വരില്ല. പലപ്പോഴും വക്കീലന്മാരുടെ അടുത്ത് ചെല്ലും, വക്കീലന്മാർ അതിന് ഓരോന്നിട്ട് കൊണ്ടുവരാൻ പറയും. അങ്ങനെ കൊണ്ടുവരാൻ സാധിച്ചില്ല. ഇപ്പൊ തന്നെ രാഹുൽ ഗാന്ധിക്ക് ഇത്രയും നാളുകൾക്ക് ശേഷമാണ് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിൽ ഇത്ര എടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഫൈനൽ ഇലക്ടറൽ റോൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ഷന് മുമ്പ് തന്നെ പ്ലാൻ ചെയ്യണം. മാനിപ്പുലേഷൻ നടക്കുമെന്ന് കരുതിക്കൊണ്ട് പ്ലാൻ ചെയ്തൊക്കെ കൊടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞത് സാധാരണ ഇലക്ഷൻ പെറ്റീഷൻസിൽ ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷന്റെയോ റിട്ടേണിംഗ് ഓഫീസറുടെ അപാകത കൊണ്ടല്ലാത്ത ഇലക്ഷൻ പെറ്റീഷൻസിൽ ഇപ്പോൾ സുനിൽകുമാർ പറയുന്ന പോലെ അത്രയൊന്നും ആവശ്യമൊന്നുമില്ല, പല എവിഡൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതങ്ങനെയല്ല. ഇപ്പൊ ഇതിന് ചില ബുദ്ധിമുട്ടുകൾ, അപ്പൊ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ട് ആ ഇലക്ഷൻ പെറ്റീഷൻ കൊടുക്കാൻ പറ്റില്ല. ഇലക്ഷൻ പെറ്റീഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇല്ലീഗാലിറ്റി കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാം. ഞങ്ങൾ അങ്ങനെ ചെയ്തു. ഇപ്പൊ തന്നെ ഞാൻ വെബ്സൈറ്റിൽ അടിച്ചു നോക്കിയായിരുന്നു. ഈ ഇലക്ട്രൽ റോളൊക്കെ തൃശ്ശൂരിന്റെ ഒക്കെ എടുക്കാനൊക്കെ നോക്കും, കംപ്ലീറ്റ് സീൽഡ് പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ. എല്ലാത്തിനും ആക്സസ് എല്ലാം നമുക്ക് ഡിനേ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ എവിടെയൊക്കെയോ എന്തൊക്കെയോ മറച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഫൈനലി ഇപ്പൊ പറഞ്ഞിരിക്കുന്ന മറുപടി ഉണ്ടല്ലോ, ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന മറുപടി പോലും ഈ മറുപടി ഉണ്ട്, അത് പ്ലാൻ ചെയ്ത മറുപടികളാണ്. ഇങ്ങനെ തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത് അവർ തീരുമാനിച്ചിട്ടുണ്ട്, ആ മറുപടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രശ്നം ഇതൊന്നും നോക്കുന്നത് ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ ഒരു ഏറ്റവും വലിയ ടാമ്പറിങ് നടന്നു എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്ന, രേഖകൾ സഹിതം ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ ഒരാൾ ഇന്ത്യയെ കാണിച്ചു തന്നു. അത് പ്രതിപക്ഷ നേതാവ് കാണിച്ചു തന്നു. അതിന് അദ്ദേഹം പറഞ്ഞു ഓരോ ഉദാഹരണങ്ങളും റിലവൻ്റാണ്. ആ റിലവൻ്റ് ഒരു കോൺസ്റ്റിറ്റ്യൂൻസി പൂർണ്ണമായും ബോധ്യപ്പെടുത്തി തന്നു. അത് കണ്ടതിന് ശേഷം അത് ടാമ്പറിങ് ആണെന്നുള്ള ബോധ്യം നമുക്കെല്ലാം വന്നു കഴിഞ്ഞു, ജനങ്ങൾക്കെല്ലാം വന്നു കഴിഞ്ഞു, കണ്ട ആളുകൾക്ക്. ഇനി അത് അങ്ങനെ അല്ല എന്ന് ഡിനൈഡ് പറയാൻ പറ്റില്ല. നിങ്ങൾ പോയി ഇലക്ഷൻ പെറ്റീഷൻ കൊടുത്താൽ മതിയായിരുന്നല്ലോ എന്നല്ലല്ലോ അതിന്റെ മറുപടി. എനിക്ക് അങ്ങനെ ഒരു എറർ സംഭവിച്ചു, എനിക്കൊരു ഒമിഷൻ സംഭവിച്ചു. ഇപ്പൊ അഡ്വക്കേറ്റ് അനീഷ് പറഞ്ഞതുപോലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തു, എന്നിട്ട് ഐഡന്റിറ്റി കാർഡുമായിട്ട് വോട്ട് ചെയ്യാൻ പോയി എന്ന് പറഞ്ഞു. ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്നത് ഈ റൂൾ 28 പ്രകാരം വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ഫൈനൽ ലിസ്റ്റ് വന്ന ഒരാൾക്ക് ഐഡന്റിറ്റി കാർഡ് കിട്ടും. അതിനർത്ഥം അയാൾ പ്രിസംപ്ഷൻ പ്രോപ്പർലി എഴുതാൻ നമുക്ക് കരുതണമായിരിക്കാം. പക്ഷേ തിരുവനന്തപുരത്ത് റെസിഡന്റ് ഒരാൾ അല്ലെങ്കിൽ കാസർഗോഡ് റെസിഡന്റ് ഒരാൾ ഈ വോട്ടിംഗ് ചെയ്യാനുള്ള പർപ്പസിന് വേണ്ടി മാത്രം ഒരു ഓർഡിനറി റെസിഡന്റ് സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് പ്രോസസ്സിനെ വെല്ലുവിളിക്കുന്ന കാര്യം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞെടുത്ത് വാരണാസിയിലും മഹാരാഷ്ട്രയിലും കർണാടകയിലും ഒരേ ആൾ വോട്ട് ചെയ്തിരിക്കുന്നു. അത് പേറ്റന്റ് ഇല്ലീഗാലിറ്റി അല്ലേ? അപ്പൊ ഇതൊക്കെ കണ്ടതിന് ശേഷം അങ്ങനത്തെ 10,000-കണക്കിന് കാര്യങ്ങൾ തെളിവ് കൊണ്ടുവരൂ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. മടങ്ങിയെത്ത പ്രശാന്ത് പത്മനാഭൻ, ഒരിടത്തെ വലിയ കൊള്ളയുടെ വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ് പലയിടത്തു നിന്നും സംശയം വരുന്നത്. കേരളത്തിൽ തൃശ്ശൂരിൽ നിന്ന് അന്ന് തന്നെ ഉയർന്നിരുന്ന പരാതികൾ ഒന്നുകൂടി ഇപ്പോൾ ശക്തിപ്പെടുകയാണ്. ഇനി അതിലൊരു പരിശോധന എത്രത്തോളം സാധ്യമാണ്? ഇവിടെ എല്ലാവരും സ്മൃതി സൂചിപ്പിച്ചതുപോലെ എല്ലാവരും അഭിഭാഷകർ തന്നെയാണ്. ശ്രീ മുഹമ്മദ് ഷാ ഇത് സെക്ഷൻ 102 ഒക്കെ വളരെ കൃത്യമായിട്ട് വായിച്ച് പറഞ്ഞു തന്നു. അത് ചില കാര്യങ്ങൾ ഇല്ലീഗൽ എന്നുള്ളത് കോടതിയിൽ വന്ന് സ്ഥാപിക്കാനുള്ള ഒരു പ്രയാസം, അതായത് 11 വോട്ടുകൾക്ക് നമുക്ക് തെളിവ് കിട്ടി. ഓരോ വോട്ടും പ്രധാനമാണ്. അതില് 11 വോട്ടുകള് വേറൊരു സ്ഥലത്ത് താമസിക്കുന്ന ആളുകളെ തെറ്റായിട്ട് ചേർത്തു എന്ന് തെളിവ് കിട്ടിയാൽ കോടതിയിൽ 45 ദിവസത്തിനകത്ത് പോയിട്ട് ഇത് മെറ്റീരിയലി അഫക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ വോട്ടുകള് അവിടെ സുരേഷ് ഗോപിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹം തോറ്റുപോകുമായിരുന്നു എന്ന് സ്ഥാപിക്കാൻ വളരെ പ്രയാസമാണ്. അതിന്റെ എവിഡൻസ് കൊടുക്കാനും ഈ തെളിവുകളെല്ലാം അടച്ചുപൂട്ടി വേണം ഇലക്ഷൻ കമ്മീഷനിൽ ഇലക്ഷൻ പെറ്റീഷൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുമ്പോൾ എല്ലാ പോസിബിൾ ആയിട്ടുള്ള കണ്ടീഷൻസും എടുത്ത് അഫിഡവിറ്റ് ഒക്കെ വളരെ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാലേ കോടതിയിൽ അത് നിൽക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള പ്രയാസങ്ങളുണ്ട്. ഇതില് കുറച്ചുകൂടെ ബ്രോഡായിട്ട് ഇപ്പൊ നേരത്തെ 2-3 ദിവസമായിട്ട് ഇത് എല്ലാ ചാനലുകളിലും ചർച്ച ചെയ്ത് വരികയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞത് 3-4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, സുതാര്യത ഉറപ്പുവരുത്തുക. അതില് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇലക്ട്രൽ റോൾ എന്തുകൊണ്ട് പബ്ലിഷ് ചെയ്യുന്നില്ല, എല്ലാവർക്കും നോക്കാവുന്ന രീതിയിൽ PDF ആണെങ്കിൽ അത് സെർച്ച് ചെയ്യാവുന്ന രീതിയിൽ
അല്ലെങ്കിൽ സാധാരണക്കാർക്ക് തുറന്നു നോക്കിയിട്ട് 2-3 സ്ഥലത്ത് ഒരാളുടെ പേരുണ്ടോ എന്നൊക്കെ നോക്കാൻ പറ്റുന്ന രീതിയിൽ എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇത് പബ്ലിഷ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, ഇലക്ഷൻ കമ്മീഷൻ ഇതിൽ നിഷ്പക്ഷമായിട്ടാണോ പെരുമാറുന്നത്? മൂന്നാമത്തേത്, നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഏറ്റവും നിയമവിരുദ്ധമായിട്ടുള്ള കുറെ എക്സാമ്പിൾസ് എടുത്ത് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലെ അതെടുത്തിട്ട് കാണിക്കുകയാണ്. അത് ചെറിയൊരു അഡ്രസ്സ് കൊടുത്തിട്ട് ആ അഡ്രസ്സിൽ 85 പേര് 65 പേരൊക്കെ താമസിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്ത്യ ടുഡേ NDTV ഒക്കെ ആ സ്ഥലങ്ങളിൽ പോയി ഫാക്ട് ചെക്ക് ചെയ്തു. അവിടെ അതെ, അവിടെ ആളുകൾ ഇല്ലാത്തിടത്ത് അല്ലെങ്കിൽ അത്രയും ആളുകൾക്ക് താമസിക്കാൻ പറ്റാത്ത ഒരു മുറിയൊക്കെ ഉള്ള സ്ഥലത്ത് ആളില്ലാത്തിടത്താണ് അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ക്ലിയർലി ഇല്ലീഗലാണ്. ഇങ്ങനെ ഒരു കാര്യം പുറമേ വരുമ്പോൾ ഇന്നലെ പിന്നെ ഈ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കുന്നത് എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ ഇമ്പാർഷ്യൽ ആയിട്ടുള്ള ഒരു ബോഡി ആണെങ്കിൽ, ഭരണഘടന നിർവചിച്ചിരിക്കുന്നതനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. വളരെ ഇമ്പാർഷ്യലായിട്ട് നിഷ്പക്ഷമായിട്ട് ആർക്കും പക്ഷാഭേദം കൂടാതെ പെരുമാറേണ്ട ഒരു ബോഡിയാണ്. അവര് പറയുകയാണ് നിങ്ങൾ അഫിഡവിറ്റ് കൊണ്ടുപോവാ, ഇത് നിഷ്പക്ഷമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ബോഡിയാണെങ്കിൽ അത് അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് അന്വേഷണത്തിന് ഉത്തരവിടണം. രണ്ടാമത്, ഇവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ മനഃപൂർവ്വമായിട്ടുള്ള വീഴ്ച കൊണ്ടാണോ അതോ അത് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്ന് ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കണം. പക്ഷെ ഇവരിവിടെ കൊളൂഡ് ചെയ്തിട്ടാണ് ഏതെങ്കിലും, അതാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം, ഇത് ഭരണത്തിലിരിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ കൂടി പക്ഷപാതപരമായിട്ട് ഇതിൽ ഭാഗവാക്കാകുകയാണെന്നാണ് പറയുന്നത്. ഇനി സ്മൃതി ഒരു ചോദ്യം കൂടെ, ഇലക്ടറൽ റോള് വീണ്ടും പിന്നെ അതില് മാറ്റങ്ങൾ വരുത്താൻ ഇലക്ഷൻ കമ്മീഷന് അധികാരമുണ്ടോ, അതില് ഡൈലൂട്ട് ചെയ്ത് കൊടുക്കാവോ എന്ന് ചോദിച്ചത്. സെക്ഷൻ 21(3) പറയുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള സർക്കംസ്റ്റൻസിൽ ഏത് സമയത്ത് വേണമെങ്കിലും ഒരു സ്പെഷ്യൽ റിവിഷൻ നടത്താൻ പറ്റും എന്നാണ് ഇലക്ഷൻ കമ്മീഷന്. അപ്പൊ അങ്ങനെ സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ് എന്താണെന്നുള്ളത് തെളിയിക്കണ്ടേ? ഇല്ല, അതാണ് അവിടെ ഭരണത്തിലിരിക്കുന്നവരെ ഇതൊരു എക്സിക്യൂട്ടീവ് അധികാരമാണ്. ഇപ്പം ഇലക്ഷൻ കമ്മീഷന് ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ, അധികാരങ്ങൾ. കോടതികൾ പറയുന്നത്, ഇന്ന് ഗൗരവ് ഭാട്ടിയ BJPയുടെ സ്പോക്സ് പേഴ്സൺ ഒരു പ്രസ് കോൺഫറൻസ് നടത്തി. അദ്ദേഹം രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചിട്ട് പറയാണ്, നേരത്തെ കമൽനാഥ് ഒരു കേസ് കൊണ്ട് സുപ്രീം കോടതിയിൽ വന്നിട്ട് ഇതെല്ലാം ഈ PDF ഫോർമാറ്റിൽ വന്നു കഴിയുമ്പം സെർച്ചബിൾ ആയിട്ടുള്ള ഒരു ഒന്നുകിൽ വേർഡ് ഫോർമാറ്റിൽ അല്ലെങ്കിൽ PDF ഫോർമാറ്റിൽ സെർച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പബ്ലിഷ് ചെയ്യണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ ഒരു ഡയറക്ഷൻ ചോദിച്ചു വന്നു. ആ കേസ് സുപ്രീം കോടതി ഡിസ്മിസ് ചെയ്തു എന്നാണ് പറയുന്നത്. ശരിയാണ്. അവിടെ സുപ്രീം കോടതി പറയുന്നത് എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ ഒരു ഇൻഡിപെൻഡന്റ് ബോഡിയാണ്, ഇവർ ഇമ്പാർഷ്യലായിട്ട് പെരുമാറുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ റീസൺസ്, ഇത് സെർച്ചബിൾ ആയിട്ടുള്ള ഒരു PDF ഫയലായിട്ട് കൊടുക്കാൻ കഴിയുന്നില്ല, JPG ഫോർമാറ്റിൽ, അതായത് പിക്ചർ ആയിട്ടാണ് കൊടുക്കുന്നത്, അത് എളുപ്പത്തിൽ സെർച്ച് ചെയ്യാൻ പറ്റില്ല. അതിന്റെ പുറകിൽ ഒരു ദുരുദ്ദേശം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമാണ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന രേഖകൾ സ്കാൻ ചെയ്യാൻ പോലും പറ്റില്ല, അതല്ലേ രാഹുൽ ഗാന്ധി പറഞ്ഞത്? അതാണ് പറഞ്ഞത്. അതില് ഇന്ന് BJPയുടെ പ്രതിനിധി പറയുന്നത്, BJPയുടെ സ്പോക്സ് പേഴ്സന്റെ പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറയുകയാണ് ഇത് സുപ്രീം കോടതി നിരസിച്ച കാര്യമാണ്. പക്ഷെ സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞില്ല, ഇലക്ഷൻ കമ്മീഷൻ ഒരു കാരണവശാലും ചെയ്യരുതെന്ന് പറഞ്ഞില്ല. ഇലക്ഷൻ കമ്മീഷന്റെ സതുദ്ദേശത്തെ ഞങ്ങൾ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നില്ല എന്ന് മാത്രമാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതേത് വർഷമായിരുന്നു? 2018. 2018. പിന്നെ എന്തൊക്കെ സംഭവിച്ചു? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന രീതി മാറിയില്ലേ? രീതി മാറി. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു സാധാരണ രീതി മനസ്സിലാകുന്ന രീതിയിൽ എനിക്ക് പറയാൻ ശ്രമിക്കാം. അതായത് ഇല്ലീഗൽ അല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ ബീഹാറിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. ബീഹാറിലെ ഇലക്ഷൻ, ബീഹാറിൽ നിന്നുള്ള ഒരുപാട് പേര് ഡൽഹിയിൽ താമസിക്കുന്നുണ്ട്. അപ്പൊ അവിടെ കേഡർ പാർട്ടി സംവിധാനമുള്ള RSSന്റെ പിൻബലമുള്ള BJP ഇപ്പൊ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് പേരെ ഇന്റൻസീവായിട്ട് കണ്ടുപിടിക്കുകയാണ്. അപ്പൊ ലക്ഷക്കണക്കിന് ആളുകൾ ഡൽഹിയിലെ ജോലിക്ക് വേണ്ടിയിട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ട് തൊഴിലാളികളൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്നവരെല്ലാം അവരെ പോയി കണ്ടുപിടിച്ച് തെരഞ്ഞു പിടിച്ച് അഡ്രസ് നോക്കി അവരോട് പറയാണ് നിങ്ങൾ ബീഹാറിൽ വന്ന് വോട്ട് ചെയ്യണം. അതിനകത്ത് ഇല്ലീഗാലിറ്റി പറയാൻ പ്രയാസമാണ്. പിന്നെ രണ്ടാമത് അവർ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇമ്പാർഷ്യൽ എന്ന് പറയുന്ന ബോഡി ഇലക്ഷൻ കമ്മീഷൻ ചെയ്യാണ്. ഇലക്ഷൻ ശരി, നമ്മൾ ഇലക്ഷൻ ഒരു സമയം അവിടെ ഛത് പൂജ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ബീഹാറിൽ. അത് സൂര്യ ആ സമയത്തേക്ക് ഇലക്ഷൻ പ്രഖ്യാപിക്കുകയാണ്. അത് ഈ വർഷം ഒക്ടോബർ 25 മുതൽ 28 വരെയാണ്. ബീഹാറിലെ ഇലക്ഷന്റെ ഡേറ്റ് വന്നിട്ടില്ല. ഡേറ്റ് മിക്കവാറും ഏകദേശം ആ ഒരു സമയത്തായിരിക്കും, ഒക്ടോബർ നവംബറിലായിരിക്കും. അപ്പൊ ഛത് പൂജ സംബന്ധിച്ച് ഡൽഹിയിൽ നിന്ന് സ്പെഷ്യൽ ട്രെയിൻ ഏർപ്പെടുത്തുകയെന്ന് വിചാരിക്കാം. സ്പെഷ്യൽ ട്രെയിൻ എല്ലാവർക്കും ബീഹാറിലേക്ക് പോകാനായിട്ട്. പിന്നെ അവിടെ സീതാദേവിയുടെ ഒരു അമ്പലം ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിയും ചീഫ് മിനിസ്റ്ററും പോയിരുന്നു. അവിടെ എന്തെങ്കിലും ഒരു പൂജ നടക്കാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ ഒരു സ്പെഷ്യൽ ട്രെയിൻ വരാം, അവധി കൊടുക്കാം, ഇവിടുന്ന് ആൾക്കാർക്ക് അവിടെ പോകാൻ സൗകര്യം വരാം. ഇതെല്ലാം ഇല്ലീഗൽ ആണോ എന്ന് ചോദിച്ചാൽ ഇല്ലീഗൽ അല്ല. സിസ്റ്റമാറ്റിക് ആയിട്ട്
വളരെ ചെയ്ത് അതിനകത്ത് നമുക്കുള്ള ആകെ ആശ്രയം എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള തന്ത്രങ്ങൾ അവിടെ പ്രയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഏതായാലും തന്ത്രങ്ങൾ കുറെയൊക്കെ വെളിപ്പെട്ട സ്ഥിതിക്ക് ഇനി അത് കോടതിയിലേക്ക് എത്തിക്കുന്നതിന് പകരം ജനങ്ങളുടെ സമക്ഷം എത്തിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷം മുന്നിൽ കാണുന്നത്. ഞാൻ സുനിൽകുമാറിലേക്ക് വരാം, ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചെത്താം, മടങ്ങിയെത്താം. ശ്രീ വി എസ് സുനിൽകുമാർ, നേരത്തെ അനീഷ് കുമാർ ആവർത്തിച്ച് ചോദിച്ചതാണ് സി പി എമ്മിന്റെ റോള്, സി പി എം പ്രതികരിക്കാത്തത്, സി പി എമ്മിനില്ലാത്ത പരാതി. ഇതിങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു രാഷ്ട്രീയ ചോദ്യമാണെങ്കിലും ഒരു ചോദ്യമുണ്ടല്ലോ. കാരണം പലപ്പോഴും അങ്ങയുടെ ഒറ്റപ്പെട്ട ശബ്ദമായ ചില കാര്യങ്ങൾ വരികയാണ്. എന്തുകൊണ്ട് അവിടെ സി പി എം ഈ വിഷയത്തിൽ ഈ കള്ളവോട്ടുമായി ബന്ധപ്പെട്ട് ആ രൂപത്തിൽ പ്രതികരിക്കുന്നില്ല? തൃശ്ശൂർ പൂരം അട്ടിമറി തൊട്ട് അങ്ങയുടെ ഒറ്റപ്പെട്ട ശബ്ദം തൃശ്ശൂരിൽ നിന്ന് കേൾക്കുകയാണ്. സ്മൃതി, എൻ്റെ ശബ്ദം ഒറ്റപ്പെട്ട ശബ്ദമാണെന്ന് ദയവായിട്ട് നിങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കരുത്. കാരണം ഇന്നലെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായി. ഇന്ന് രാവിലെ സി പി എം ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖാദറും എൽ ഡി എഫിൻ്റെ കൺവീനർ ചന്ദ്രശേഖരനും സി പി ഐ ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ്റെയും സംയുക്തമായ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ പറഞ്ഞത്. ഇനി എൽ ഡി എഫ് എന്ന നിലയിൽ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ പറയാനും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതാണ് അതിനുള്ള മറുപടി. സമയമില്ലാത്തതുകൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ അനീഷ് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട് അനീഷെ. എനിക്ക് സംശയം ഈ സുരേഷ് ഗോപി പല കാര്യങ്ങളും അനീഷിനോട് പറയുന്നില്ല എന്നുള്ള. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കാരണം ആ കേസ് സുരേഷ് ഗോപിക്കെതിരെ ഞങ്ങളുടെ പാർട്ടി തീരുമാനം അനുസരിച്ച് ഞങ്ങളുടെ പാർട്ടിയുടെ ഇതിൻ്റെ ചുമതലക്കാരനായിരുന്ന AIVF ജില്ലാ പ്രസിഡന്റ് സഖാവ് AS ഷബീർ ബിനോയ് കൊടുത്ത കേസ് പെറ്റീഷൻ ഇലക്ഷൻ കേസ് പെറ്റീഷൻ നമ്പർ 1/2024 എന്ന നിലയിൽ കേസ് കൊടുക്കുകയും സുരേഷ് ഗോപിയുടെ അഭിഭാഷകൻ അവിടെ ഹാജരായി കേസ് തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ടിട്ടും നേരത്തെ 2 അഭിഭാഷകന്മാർ സൂചിപ്പിച്ച പോലെ കൃത്യമായ സത്യവാങ്മൂലവും പഴുതടച്ച പെറ്റീഷൻ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഫയലിൽ സ്വീകരിച്ച് ഇപ്പോൾ 27/8/25 അത് വീണ്ടും ഹിയറിങ്ങിന് വെച്ചിരിക്കുകയാണ്. ഇതറിയാതെയാണ് അദ്ദേഹം പറയുന്നത് കേസ് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത്. നിങ്ങളുടെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് കേസ് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടായിരിക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ LDFൻ്റെ തീരുമാനം അനുസരിച്ച് ഞങ്ങൾ അവിടെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരിക്കുക, ഇലക്ഷൻ പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ്. ഇതിന് എനിക്ക് പുറമെ മറ്റൊരാളും കൂടെ ഈ ഇലക്ഷൻ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടെന്ന കാര്യം കൂടി അനീഷ് അറിഞ്ഞിരിക്കണം. ഈ ഇലക്ഷൻ പെറ്റീഷൻ്റെ ഭാഗമായി ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇലക്ഷൻ പെറ്റീഷൻ്റെ ഭാഗമായി പിടിച്ചു വച്ചിരിക്കുന്ന രേഖകളിൽ EVM കൂടി അവരുടെ കസ്റ്റഡിയിലായതുകൊണ്ട് ഇപ്പോൾ ഇലക്ഷൻ പെറ്റീഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അസാധാരണമായ ആവശ്യമാണ്. നിങ്ങൾ അഭിഭാഷകർ ശ്രദ്ധിക്കണം. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് EVMകൾ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ കൈവശം ഇരിക്കെ അവർ അസാധാരണമായ ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ പല സ്ഥലങ്ങളിൽ ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ EVMകൾ നിങ്ങൾ ഞങ്ങൾക്ക് വിട്ടുതരണം എന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയില്ല, അതവിടെ നിൽക്കട്ടെ. പിന്നെ അനീഷ് പറഞ്ഞൊരു കാര്യം വോട്ടിനെ പറ്റിയാണ്. അനീഷ് ഒരു കാര്യം മനസ്സിലായി, എൻ്റെ പഞ്ചായത്തിൽ മാത്രമല്ല അനീഷേ, നാട്ടിക മണ്ഡലത്തിൽ ഞങ്ങൾ 10-35 വോട്ട് ജയിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ 15,000-ലധികം വോട്ടിന് നിങ്ങൾ ജയിച്ചിട്ടുണ്ട്. തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിൽ ഞാൻ 7,700 വോട്ടിന് ജയിച്ച മണ്ഡലമാണ്. എനിക്ക് ശേഷം ബാലേന്ദ്രൻ 1000 വോട്ടിന് ജയിച്ച മണ്ഡലമാണ്. അവിടെ ഞങ്ങൾ 3ാം സ്ഥാനത്ത് പോയിട്ടുണ്ട്. ഇതൊക്കെ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട് എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അനീഷ് പറയുന്ന പോലെ ഞാൻ ജനങ്ങളുടെ ഉള്ളിൽ ഒറ്റപ്പെട്ടു പോയെന്നൊന്നും താങ്കൾ ധരിക്കരുത്, ഞങ്ങളൊന്നും അങ്ങനെ വിചാരിക്കരുത്. ഞങ്ങളൊക്കെ ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ അതേപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഇലക്ഷൻ്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ ഈ പറയുന്നത് പോലെ നിയമത്തിൻ്റെ എന്താണ് ഓർഡിനറി റെസിഡൻസ് എന്ന് പറയുന്ന ഈ നിയമത്തിന് വിരുദ്ധമായി ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയിരിക്കുന്ന ആ ലിസ്റ്റിൽ പ്രകാരം ഇവർ ചേർത്തിരിക്കുന്ന, ഇപ്പോൾ അനീഷ് പറഞ്ഞ അനീഷ് കുന്നംകുളത്തുകാരനാണ്. ഇപ്പോൾ 4 മാസമായിട്ട് അദ്ദേഹം ആ വീട്ടിൽ താമസിക്കുന്നില്ല. അത് ഇവിടെ വോട്ട് ചേർത്തു. സുരേഷ് ഗോപി ഞാൻ ഒരിക്കലും സുരേഷ് ഗോപിയുടെ വീട്ടുകാർ വോട്ട് ചേർത്തതിനെ പറ്റി ഒരു ആരോപണവും ഉന്നയിച്ചിട്ടില്ല എന്ന് അനീഷും പ്രേക്ഷകർ മനസ്സിലാക്കണം. ഞാൻ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അത് അദ്ദേഹത്തിന്റെ അവകാശമാണ്. ഇവിടുത്തെ പ്രശ്നം ഞാനിവിടെ 4 പേരുകൾ, 1 മിനിറ്റ്, 4 പേരുകൾ ഞാൻ പറഞ്ഞു. 4 പേരുകൾ. ഒന്ന് ഞാൻ പറഞ്ഞത് 1975 നമ്പർ ബൂത്തിൽ പെടുന്ന അരുൺ R വാര്യർ എന്ന് പറയുന്ന 46 വയസ്സുകാരൻ. അതേ രാജഗോപാൽ വാര്യരുടെ മകനാണ് നന്ദനം. ഈ പറയുന്ന പൂങ്കുന്നത്തുള്ള ഈ ഇൻലാൻഡ് ഫ്ലാറ്റിൽ അദ്ദേഹത്തിന് വോട്ടുണ്ട്. ഇപ്പം നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വോട്ട് എവിടെയാണെന്നറിയാമോ? അദ്ദേഹം ഇപ്പോൾ തൃപ്പൂണിത്തറയിലെ ബൂത്ത് നമ്പർ 33 പാർട്ട് നമ്പർ 55 എറണാകുളം തൃപ്പൂണിത്തറയിലെ സീരിയൽ നമ്പർ 1300
അദ്ദേഹത്തിൻ്റെ വോട്ട് ഇതേ പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് 2025 പുതുക്കിയ ലിസ്റ്റിൽ അദ്ദേഹം വന്നിരിക്കുകയാണ്. ഇങ്ങനെ നൂറുകണക്കിന് വോട്ടുകൾ BJPക്കാർ പല ജില്ലകളിൽ നിന്നും പല പ്രദേശങ്ങളിൽ നിന്നും നിയമത്തിൻ്റെ പഴുതിൻ്റെ ഫ്രെയിംവർക്കിനകത്ത് നിർത്തിക്കൊണ്ട് തന്നെ ഇവരുടെ ഒത്താശയോടുകൂടി ഇവിടെ അനധികൃതമായി നിരവധി വോട്ടുകൾ ചേർത്തിയിട്ടുണ്ട്. ഇനിയും BJPയുടെ ചേലക്കരയിലെ ഔദ്യോഗിക ഭാരവാഹികൾ, അവിടെ സ്ഥിരതാമസക്കാരായിരിക്കുന്ന ഔദ്യോഗിക ഭാരവാഹികൾ അവിടെ താമസിക്കുമ്പോൾ തന്നെ ഇവിടെ വോട്ട് ചേർത്തതിൻ്റെ കണക്കുകൾ വ്യക്തതയോടുകൂടി വെളിവാക്കുമ്പോൾ അനീഷ് കുമാറിന് കാര്യങ്ങൾ മനസ്സിലാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അനീഷ് കുമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ അല്ല, ഒരു മിനിറ്റ്. BJPയുടെ ജില്ലാ പ്രസിഡന്റ് കുന്നംകുളത്ത് BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ലേ? അവിടെ വോട്ട് ചെയ്യുന്നതിന് പകരം BJP സ്ഥാനാർത്ഥിക്ക് ഇവിടെ വോട്ട് ചെയ്യാൻ അദ്ദേഹം വന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം മാത്രമല്ല വന്നത്, കെ മുരളീധരന്റെ വോട്ട് തിരുവനന്തപുരത്തായിരുന്നില്ലേ? അത് അവിടെ പോയി വോട്ട് ചെയ്തല്ലോ. അപ്പോൾ ഇന്ത്യ മുഴുവൻ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മുടെ പാർട്ടി മത്സരിക്കുമ്പോൾ ഓരോരുത്തരും പാർട്ടി മത്സരിക്കും, അവിടെ വോട്ട് ചെയ്യുന്നതിന് പകരം ഇവിടേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്നത് സ്ഥാനാർത്ഥി വരുന്നവർ കുടുംബം വരുന്നത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. നിങ്ങൾക്ക് ഞാൻ നൂറുകണക്കിന് ആളുടെ പേരിൽ കാണിച്ചു തരാം. ഈ ഇരിക്കുന്ന 182 വോട്ടുകൾ ഈ പറയുന്ന ഫ്ലാറ്റിൽ, ഉദയനാറിലെ ഫ്ലാറ്റിൽ ചേർത്തിരിക്കുന്ന വോട്ടുകളാണ്. ഈ വോട്ടുകൾ വ്യാജമാണെന്നും ഇവിടെ താമസക്കാരില്ല എന്നും വ്യക്തമായ കണക്ക് കൊടുത്തിട്ടും ഇവരുടെ വോട്ടേഴ്സ് ലിസ്റ്റ് വരുന്ന സമയത്ത് ഇവർ സ്ഥലത്തില്ല എന്ന് കാണിക്കുന്ന മാർക്ക് ചെയ്ത ഇത് കൊടുക്കാൻ വോട്ടേഴ്സ് ലിസ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടും അംഗീകരിച്ചില്ല ഇലക്ഷൻ കമ്മീഷൻ. അവിടെ വോട്ട് ചെയ്യിപ്പിച്ചവരെ കൊണ്ട്. എന്താ കാരണം? നിങ്ങൾ ഈ പറയുന്ന നിയമത്തിൻ്റെ ഫ്രെയിംവർക്കിനകത്ത് നിന്നുകൊണ്ടാണ് നിങ്ങൾ വെൽ ഓർഗനൈസ്ഡ് ആയി ഇലക്ഷൻ കമ്മീഷന്റെ ഒത്താശയോടുകൂടി ഭരണകക്ഷിയുടെ വിജയത്തിന് വേണ്ടി നിങ്ങൾ ചെയ്ത നിരവധി മാനിപ്പുലേഷൻ, ഒരു മാനിപ്പുലേഷനാണ് ഈ പറയുന്ന പുറത്തു നിന്നുള്ള ആളുകളെ ഇവിടേക്ക് കൊണ്ടുവന്ന് പ്രതി എന്റെ കാര്യം ആദ്യം ഞാൻ സൂചിപ്പിക്കാം. ഞാൻ തന്നെ തുടക്കത്തിൽ പറഞ്ഞു, കഴിഞ്ഞ 10 വർഷമായി ഞാൻ തൃശ്ശൂരിൽ സ്ഥിരതാമസക്കാരനാണ്. 1-2 മാസമായിട്ടല്ല, 10 വർഷമായിട്ട് ഞാൻ തൃശ്ശൂരിലാണ് താമസിക്കുന്നത്. 10 മുന്നത്തെ തെരഞ്ഞെടുപ്പിൽ അങ്ങ് എവിടെയാണ് വോട്ട് ചെയ്തത്? 10 വർഷമായിട്ട് 10 വർഷം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് മുതൽ 2020 കോർപ്പറേഷൻ കോർപ്പറേഷൻ ഇലക്ഷൻ ഞാൻ തൃശ്ശൂരിലാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ തൃശ്ശൂർ 10 വർഷമായിട്ട് തൃശ്ശൂർ താമസിക്കുകയാണ്. നിങ്ങളുടെ സഹപ്രവർത്തകരോട് ചോദിക്ക്, അവർ എന്റെ വീട്ടിൽ വന്നിട്ട് വോട്ട് ചോദിക്കാറുണ്ട്, ഞാൻ അവരെ കാണാറുണ്ട്, അവർ പിരിവ് ചോദിക്കാറുണ്ട്, ഞാൻ കൊടുക്കാറുണ്ട്. 10 വർഷമായിട്ട്, 10 മാസമല്ല 10 വർഷമായിട്ട്. ശരി, അങ്ങയുടെ കാര്യം സമ്മതിച്ചു തരികയാണെങ്കിൽ ശരി, ആലത്തൂർ മണ്ഡലത്തിലെ മണ്ഡലം പ്രസിഡന്റ് തൃശ്ശൂരിൽ വോട്ട് ചെയ്തോ? അങ്ങ് പറയൂ അനീഷ് കുമാർ. ആലത്തൂർ മണ്ഡലം, ചേലക്കര മണ്ഡലം. അതെ, ഞാനാണ് പറഞ്ഞത്. കഴിഞ്ഞ 20 കൊല്ലമായിട്ട് തൃശ്ശൂർ പ്രാക്ടീസ് ചെയ്യുന്ന, 10 കൊല്ലമായിട്ട് തൃശ്ശൂര് താമസിക്കുന്ന എനിക്ക് തൃശ്ശൂർ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സുരേഷ് ഗോപിയെ പോലുള്ള കാര്യങ്ങള്. ആലത്തൂരോ ചേലക്കരയിലോ ഒരു മണ്ഡലം ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ തുറന്നു. ഞാൻ എന്റെ കാര്യം ഞാൻ തുറന്നു. അല്ല, ആലത്തൂരിലെ മണ്ഡലം പ്രസിഡന്റ് വോട്ട് ചേർത്തിട്ടുണ്ടോ അനീഷ്? ഇല്ല, അടിവരായിട്ട് ഞാൻ പറയുന്നു, ഇല്ല. ഇവര് ശ്രമിക്കുന്നത് എന്തിനാണെങ്കിൽ BJPക്ക് ഉണ്ടായിട്ടുള്ള വിജയത്തിനെ മാറ്റി കുറയ്ക്കുക. ഇവർക്ക് എന്തായാലും തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി. ഉള്ള കാര്യങ്ങൾ അംഗീകരിക്കാനും തയ്യാറില്ല. 2021 നിയമസഭയിൽ കിട്ടിയതിനേക്കാൾ 1 ലക്ഷം വോട്ടാണ് കൊടുത്തിട്ടുള്ളത്. കോൺഗ്രസിന് 87,000 വോട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവരുടെ വോട്ട് കുറഞ്ഞ് ഇവർ തോറ്റതിന് ഞങ്ങൾ കള്ളവോട്ട് ചേർത്തു എന്നാണോ മറുപടി പറയേണ്ടത്? ആണോ? എല്ലാവരും വോട്ട് ചേർത്തിട്ടുണ്ട്. കോൺഗ്രസ് 2021 ഇലക്ഷനില് അനീഷ് എവിടെയാണ് വോട്ട് ചെയ്തത്? 2021 എവിടെയാണ് വോട്ട് ചെയ്തത്? 2021 ഇലക്ഷൻ അനീഷ് എവിടെയാണ്? 2021 ഞാൻ കുന്നംകുളത്ത് സ്ഥാനാർത്ഥിയായിരുന്നു. 2021 ഞാൻ കുന്നംകുളം നിയമസഭ, ഞാൻ അന്ന് വോട്ട് മാറ്റിയിട്ടില്ല. മാറ്റിയത് അപ്പൊ 2020 കോർപ്പറേഷൻ ഇവിടെയും. അതെ, ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പോഴാണ് മാറ്റിയത്. അതിലെന്താണ് തെറ്റ്? എങ്ങനെയാണ് അവിടെ വോട്ട് ചെയ്യുന്നത്? ശരി, 8 മിനിറ്റ്. അദ്ദേഹം സ്ഥാനാർത്ഥി എന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയും ചോദ്യമാണെങ്കിൽ അങ്ങേക്ക് അറിയില്ലേ?
അങ്ങേക്ക് അറിയില്ലേ? ഞാൻ ഇപ്പൊ ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താന്ന് മനസ്സിലായോ സ്മൃതി? ഈ BJP-ക്കാരും ചിലയിടത്ത് CPM-കാരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫുട്ബോൾ തട്ടുന്നത് പോലെ അവരുടെ വോട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തട്ടുകയാണ്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും തട്ടിക്കളിക്കുകയാണ്. ഇന്ന് വോട്ട് ഇവിടെ ഇതാ പറഞ്ഞു കേട്ടില്ലേ, ഒരു ദിവസം 2020 കുന്നംകുളം, പിന്നെ തൃശ്ശൂര്, പിന്നെ തിരിച്ചു കുന്നംകുളം, തിരിച്ചു മറിച്ചും തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വോട്ടുകൾ തട്ടിക്കളിക്കുന്നതിന് കിട്ടുന്ന അവസരമുണ്ടല്ലോ. 27/8/25 കേസെടുക്കും. പ്രതി കേട്ടില്ല. അദ്ദേഹം പറഞ്ഞല്ലോ, ഒരു തീയതി പറഞ്ഞല്ലോ, 27/8/2025 കേസെടുക്കും. ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. അങ്ങ് ആദ്യം ചോദിച്ച ചോദ്യത്തിന് മറുപടി വരാൻ തീയതി അടക്കം ഇപ്പൊ പറയുന്നു. എന്നാണ് കേസ് പരിഗണിക്കാൻ? ഞാൻ വെല്ലുവിളിക്കുന്നു, സുനിൽ കുമാറിനെ വെല്ലുവിളിക്കുന്നു. കോടതിയിൽ കാണാം. കോടതിയിൽ മാത്രമല്ല, പ്രതിപക്ഷം തെരുവിലേക്കാണ്. രാജ്യത്താകെ ക്രമക്കേട് നടന്നോ എന്ന സംശയമാണ് ഉയരുന്നത്. അതിൽ വ്യക്തമായ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകേണ്ടതുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്കപ്പുറം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകേണ്ടതുണ്ട്. അതിനാണ് രാജ്യം കാതോർത്തിരിക്കുന്നത്. രാജ്യം ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി വേണ്ടതുണ്ട്. വളരെ നന്ദി. അഡ്വക്കേറ്റ് VS ശ്രീകുമാർ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.